ഹലോ സ്റ്റുഡൻസ്, ഗ്രേഡ് 9 കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പല ക്ലാസ്സുകളിലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും, അല്ലേ? അപ്പം നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. കെമിക്കൽ ചേഞ്ചസ് എന്താണ്, ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്? അപ്പോൾ എന്തായിരുന്നു മക്കളെ നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ ചേഞ്ചസ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിന്റെ കംപ്ലീറ്റ് റീഓർഗനൈസേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാം എന്ത്? കെമിക്കലി ചേഞ്ച് ആയിട്ട്. മോളിക്കുലർ റീഓർഗനൈസേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു സബ്സ്റ്റൻസ് എടുത്താൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? പല മോളിക്യൂൾസും പല ആറ്റംസും ഒക്കെ കൂടി ചേർന്നിട്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ കെമിക്കലി ഒരു സാധനം ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഉള്ളിലുള്ള അറേഞ്ച്മെന്റ് ഇല്ലേ, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സബ്സ്റ്റൻസിന്റെ ഉള്ളിലുള്ള അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കെമിക്കൽ ചേഞ്ചസ് അഥവാ രാസമാറ്റം ഉണ്ടായി എന്ന് പറയാം. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഐസ് ക്യൂബ് നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ അത് കട്ടയായിട്ട് തന്നെ നിൽക്കും. ഇനി നിങ്ങൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് നമ്മുടെ മേശയിലോ അല്ലെ ഒരു പാത്രത്തിലോ വെച്ചാൽ എന്താ സംഭവിക്കുക? അത് വേഗം അലിഞ്ഞു പോകും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫിസിക്കലി ഒരു മാറ്റം സംഭവിക്കും. അതായത് കട്ടയായിട്ട് നിന്ന്, അതായത് സോളിഡ് ആയിട്ട് നിന്ന വെള്ളത്തിന്റെ ഒരു ഫോമിൽ നിന്ന് അത് ലിക്വിഡ് ഫോമിലോട്ട് മാറുകയും അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ കെമിക്കൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസും എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഞാനിപ്പോൾ ഒരു സംഭവം തന്നു, ഇത് കെമിക്കൽ ചേഞ്ചസ് ആണോ ഫിസിക്കൽ ചേഞ്ചസ് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ അവിടെ വിറകിന്റെ എക്സാമ്പിൾ ഒക്കെ എടുത്ത് നിങ്ങൾ ഓർമ്മയില്ല? വിറക് കത്തിക്കുവാണെങ്കിൽ അത് കെമിക്കൽ ചേഞ്ചസ് ആണ്, പക്ഷേ വിറക് മുറിച്ചിടുവാണെങ്കിൽ അതൊരു ഫിസിക്കൽ ചേഞ്ചസ് ആണെന്ന് പഠിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ, അതായത് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ മെറ്റൽസ് ചുറ്റും കാണുന്നുണ്ട്. ഒരുപാട് മെറ്റൽസ് കണ്ടല്ലേ? പീരിയോഡിക് ടേബിൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മെറ്റൽസ് ഉണ്ട്. അങ്ങനെ ഓരോ മെറ്റൽസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ? ഇപ്പൊ നമ്മൾ ഒരാളെ ഐഡന്റിഫൈ എങ്ങനെയാണ്? ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഒരാളെ അന്വേഷിച്ചു പോയി. അപ്പോൾ ആ ഒരാളെ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അയാളെ നോക്കുമ്പോൾ പറയും ഒരാളെ അന്വേഷിച്ചു കൊടുക്കും. അപ്പം അയാളുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എങ്ങനെ കൊടുക്കും? ഇന്ന് ഞങ്ങൾക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, കാണാനൊരു നിറമൊക്കെ ഇങ്ങനെയാണ്, സാധാരണ ധരിക്കാറുള്ള ഡ്രസ്സ് ഇങ്ങനെയാണ്, ചെരുപ്പ് ഇങ്ങനത്തെ ആയിരിക്കാം, മൊത്തത്തിൽ ഇതുപോലത്തെ കുറച്ച് കാണാനൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഒരു മറുകുണ്ട്, കണ്ണിന്റെ കുറച്ച് ഇടത് ഭാഗത്തായിട്ട് ഒരു മറിവുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒരു മുറിവിന്റെ ഒരു എന്താണ് പഴയ ഒരു ഉണങ്ങിയ ഒരു കലയുണ്ട്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അല്ലേ? അതുപോലെ മെറ്റൽസിന്റെയും കുറെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. സൊണോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിവേ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യം. അപ്പോൾ അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, നമുക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താ? മെറ്റൽ അല്ലാതെ ആവും. നമ്മൾ പരസ്യം കണ്ടില്ലേ? സ്നിക്കേഴ്സ് കഴിച്ചാൽ നീ അല്ലാതെ ആവുന്നു എന്നൊക്കെ പറയുന്നില്ലേ? അല്ലേ? ദേഷ്യം പിടിച്ച് നീ അല്ലാതെ ആവുന്നു, അപ്പൊ സ്നിക്കേഴ്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ? ആ ഒരു പരസ്യം, അങ്ങനെ എന്തോ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പരസ്യം ഓർമ്മയില്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മെറ്റലിന് കെമിക്കൽ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ മെറ്റൽ അല്ലാതെയാവും, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാ സാർ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം? അതൊക്കെ ലാബിലൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് തോന്നും. ഒരിക്കലുമല്ല. നമുക്ക് ചുറ്റുപാടും കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ ഇരുമ്പ് തുരുമ്പിക്കുന്ന റസ്റ്റിംഗ് ഓഫ് അയൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇരുമ്പ് തുരുമ്പിക്കുന്ന എന്താണ്? തുരുമ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇരുമ്പിന്റെ ഒരു കമ്പിയോ അല്ലെ ഇരുമ്പിന്റെ പഴയ പാത്രങ്ങളോ തുരുമ്പിച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? നമുക്ക് ആ തുരുമ്പ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വെറുതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാറുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ ചുരണ്ടി മാറ്റിയിട്ട് അതിങ്ങനെ കുറച്ച് കുറച്ച് മാറ്റി കളഞ്ഞാലും സ്റ്റിൽ അതിന്റെ താഴെയുള്ള തുടക്കത്തിൽ വാങ്ങിച്ചിരുന്ന ആ ഒരു നിറമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ വാങ്ങിച്ചപ്പം ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡുള്ള ഒരു കമ്പിയാണെന്ന് വിചാരിക്കുക. കുറെ നാൾ നിങ്ങൾ പുറത്ത് വെച്ച് വെയിൽ കൊണ്ടു മഴ കൊണ്ടു അങ്ങനെ ഒരു കുറെ മാസങ്ങളൊക്കെ ശേഷം നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് തുരുമ്പിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കവറിങ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കവറിങ് എന്താണ്? കുറച്ചുകൂടി ഹാർഡായിരിക്കും തുടങ്ങാൻ. അത് നിങ്ങൾ എന്ത് ചുരണ്ടി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നിങ്ങൾ പഴയ ഡാർക്ക് ഗ്രേ ഉള്ള ഇരുമ്പ് കാണാൻ പറ്റുമോ? ഇല്ല. എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു പായലോ പൂപ്പലോ ഒക്കെ പോലെ ആ ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്ന കാണാം. അപ്പൊ എന്താ സംഭവിച്ചവിടെ? അവിടെ മെറ്റൽ, അതായത് ഇരുമ്പ് എന്ന് പറഞ്ഞ മെറ്റലിന്റെ ഒരു കെമിക്കൽ ചേഞ്ചസ് നടത്തി. അത് ഇരുമ്പല്ല, ഇപ്പം ഇരുമ്പ് ഓക്സൈഡ്, അതായത് അയറൺ ഓക്സൈഡായി മാറി. ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് അത് തുരുമ്പിച്ചു. അതിനാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയാം. ഓക്കെ. തുരുമ്പ് മാറ്റാൻ വേണ്ടി നമുക്കിവിടെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ, നിങ്ങളുടെ വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പഴയ ഇരുമ്പിന്റെ ഈ ഗ്രിൽസ് ഒക്കെ പെയിന്റ് അടിക്കുമ്പോൾ എന്താ ചെയ്യുക? പെയിന്റ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് തുരുമ്പ് മൊത്തം അവർ ചിരണ്ടി കളഞ്ഞിട്ട് അതിന് മുകളിലാണ് പെയിന്റ് അടിക്കുക. കാരണം എന്താണ്? നമുക്ക് മെറ്റലിനാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്, അല്ല തുരുമ്പിന് പ്രൊട്ടക്ഷൻ വേണ്ട. തുരുമ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടാനാ? അല്ലെ? തുരുമ്പിന് നമുക്ക് ആദ്യം കാണണം. അപ്പൊ റസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ്, ഇരുമ്പ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ കോപ്പർ, അതായത് ചെമ്പില്ലേ, ചെമ്പിന്റെ പാത്രങ്ങളൊക്കെ ഇപ്പം താരതമ്യേന വീട്ടുകളിൽ കുറവാണ്, പക്ഷെ ചെമ്പിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. ഉദാഹരണത്തിന് രാവിലെ തന്നെ എഴുന്നേറ്റ പടം വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഉറപ്പാണ്. പക്ഷേ കുടിക്കുന്നത് നമ്മുടെ സാധാരണ സ്റ്റീൽ ജഗ്ഗിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലും, സാധാരണ എന്താണ് നമ്മുടെ നോർമൽ ഗ്ലാസ്സിൽ കുടിക്കുന്നതിനൊക്കെ പകരം
കോപ്പറിന്റെ ജഗ്ഗിലോ അല്ലെ കോപ്പറിന്റെ ഗ്ലാസ്സിലോ അങ്ങനെ കോപ്പർ മഗ്ഗിൽ കുടിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണെന്നൊക്കെ പറയുന്നുണ്ട്, പല സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ കോപ്പർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന, പഴയ വീട്ടിൽ നിങ്ങളുടെ അപ്പൂപ്പന്റെയോ അല്ലെ അച്ഛന്റെ ഒക്കെ കാലത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ ചെമ്പിന്റെ എന്താണ് പാത്രങ്ങൾ ഉണ്ടാവും അല്ലെ. എന്താണ് ചെമ്പ് വെസൽസ് ഒക്കെ ഉപയോഗിച്ചു, ചെമ്പ് പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെമ്പ് പാത്രങ്ങൾ നമുക്കറിയാം, ശരിയാണ്, ഇരുമ്പിനെ പോലെ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ തുരുമ്പിക്കൊന്നുമില്ല. പക്ഷേ ചെമ്പ് പാത്രങ്ങൾ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കാതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ കുറെ കാലം നമ്മളെ എയറുമായിട്ട് എക്സ്പോസ്, അതായത് മഴ കൊള്ളുന്നുണ്ട്, വെയിൽ കൊള്ളുന്നുണ്ട്, ഫുൾ ടൈം തുറന്നിട്ടിട്ടുള്ളത്. അപ്പൊ ഒരുപാട് കാലം കഴിഞ്ഞാൽ നമ്മളെ ചെമ്പ്, അതായത് കോപ്പറിന്റെ മുകളിൽ ഒരു ഗ്രീൻ കളറുള്ള ഒരു ലെയർ വരും, ഒരു ഗ്രീൻ ലെയറിങ് പോലെ വരും. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് വരില്ല, ചില ഏരിയസ് ഒരു ഗ്രീൻ ആയിട്ട് ഇങ്ങനെ നമ്മളെ പൂപ്പൽ പിടിച്ച പോലെ കാണും. അപ്പൊ ആദ്യത്തെ കാഴ്ച നിങ്ങൾ കാണുമ്പോൾ അതൊരു പൂപ്പാണ്, പൂപ്പലായിട്ട് വരുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ പൂപ്പലല്ല കേട്ടോ. നമ്മൾ ഈ ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ കവുങ്ങിന്റെ ഒക്കെ മുകളിലുണ്ട്, കവുങ്ങിന്റെയും ചില മരത്തിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ പച്ച കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയല്ല, ഇത് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പറിന്റെ. അപ്പോ ഈ ഒരു സംഭവം കോപ്പറിന്റെ മുകളിൽ ഗ്രീൻ ലെയറിങ്, ഇത് നമ്മൾ ഇരുമ്പിന്റെ കാര്യത്തിൽ തുരുമ്പിന്റെ പറഞ്ഞതുപോലെ തന്നെ ഇത് കോപ്പറിന്റെ മുകളിൽ കാണുന്ന കോപ്പർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മറ്റ് ഗ്യാസുകളായിട്ടുള്ള റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന തുരുമ്പ് പോലെ തന്നെയുള്ള ഒരു റിയാക്ഷൻ നടന്നിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർഡിഗ്രീസ് എന്ന് പറയും. എന്താണ്? വെർഡിഗ്രീസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ വെർഡിഗ്രീസ് ഫോം ചെയ്യുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? അതും നമ്മുടെ റെസ്റ്റിംഗ് പറഞ്ഞതുപോലെ തന്നെ ഒരുതരം കെമിക്കൽ ചേഞ്ചസിന് ഉദാഹരണമാണ്. അപ്പൊ നമുക്കിപ്പം മനസ്സിലായി, രണ്ട് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, എയറിന്റെ പ്രസൻസിലോ അല്ലെ വെള്ളം തട്ടിയിട്ടോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു മനസ്സിലായി. പക്ഷെ ആ ഒരു കേസിൽ മാത്രമേ മെറ്റൽ റിയാക്ട് ചെയ്യുവോ? അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെറ്റൽ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള 3 കേസുകൾ എടുത്ത് നമ്മൾ പറയും. എല്ലാ മെറ്റലും റിയാക്ട് ചെയ്യും. അടുത്ത ചോദ്യം എന്താണ്, എല്ലാ മെറ്റൽസും റിയാക്ട് ചെയ്യുമോ? ഇല്ല. ഉദാഹരണം നമ്മൾ സ്വർണം, അതായത് ഗോൾഡ് ഓർണമെന്റ്സ്, സ്വർണ്ണ ആഭരണങ്ങളും സിൽവറിന്റെ ഒക്കെ ആഭരണങ്ങൾ നിങ്ങൾ വീട്ടിൽ കാണും, വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ. സ്വർണത്തിന്റെ ഒക്കെ ചെറിയ ഒരു പൊടി സ്വർണത്തിന്റെ ഒക്കെ മാലയോ വളയോ കമ്മലോ ഒക്കെ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ അമ്മയോ ചേച്ചിമാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സ്വർണത്തിന്റെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കോപ്പറോ ഇരുമ്പൊക്കെ പറഞ്ഞു തുരുമ്പിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ഇതൊക്കെ നിങ്ങൾ തുരുമ്പിച്ചതായി കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യത കുറവാണ്, കാരണം സ്വർണ്ണം ഒന്നും താരതമ്യേന തുരുമ്പിക്കാറില്ല. അപ്പൊ ഇവരെന്താണ്, ഇവർ താരതമ്യേന എന്താണ്, ഇനേർട്ടാണ്. നമ്മൾ റിയാക്ട് ചെയ്യാത്ത ഒരാളെയാണ് നമ്മൾ ഇനേർട്ട് എന്ന് പറയാം. എന്താണ് ഇനേർട്ട് ടു കെമിക്കൽ ചേഞ്ച്? കെമിക്കലി കാര്യമായിട്ട് ഇവർക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. അപ്പൊ ഇവരെന്താ, ഇവർ ഇനേർട്ട് ആയിട്ട് ലെസ് റിയാക്റ്റീവ് ആയിട്ട് നിൽക്കും. എന്താണ്, ഇവർ അധികം റിയാക്ട് ചെയ്യില്ല, ഇവർ സ്വന്തം കാര്യം സിന്താബാന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ തന്നെ നിൽക്കും, പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കെമിക്കൽ ചേഞ്ചസ് താരതമ്യേന കുറഞ്ഞ, അതാണ് ഞാൻ പറയുന്നത്. എന്താണ് റിയാക്ടിവിറ്റി, അതായത് പെട്ടെന്ന് ഇങ്ങനെ കെമിക്കലി ചേഞ്ചസ് സംഭവിക്കുന്നതിന് നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടല്ലോ, അതിന് നമ്മുടെ റിയാക്ടിവിറ്റി, എത്രത്തോളം റിയാക്ട് ചെയ്യും ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടും ചുറ്റുമുള്ള കണ്ടീഷൻസുമായിട്ടും നമ്മൾ എത്രത്തോളം റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. നമ്മളിപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല, നമ്മളിപ്പം ഒരു സിറ്റുവേഷൻ വന്നു, ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ്, നമുക്ക് കുറച്ചും കൂടി പറയണമെന്നൊക്കെ തോന്നും അല്ലെ. ഒരു ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ തോന്നും. അപ്പൊ എന്താണ്, അത് നമ്മുടെ ചുറ്റുമുള്ള കണ്ടീഷൻ കൂടി അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റൽസ് പോലെ തന്നെ സാധനങ്ങൾ, സബ്സ്റ്റൻസസ് ചുറ്റുമുള്ള കണ്ടീഷൻസിന് അനുസരിച്ചിട്ട് എന്ത് പറ്റും, കെമിക്കൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസും ഒക്കെ സംഭവിക്കാം. ഓക്കെ. അപ്പൊ ഗോൾഡ് സിൽവർ ഒന്നും കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന മെറ്റൽസ് ഉണ്ട്, എളുപ്പത്തിൽ സംഭവിക്കുന്ന മെറ്റൽസ് ഉണ്ട്, എന്നാൽ വളരെ വിഷമത്തിൽ സംഭവിക്കും. ഇപ്പം ഇരുമ്പ് സംഭവിക്കുന്നതിനേക്കാളും മെല്ലെ ആയിരിക്കും ചെമ്പ് അഥവാ കോപ്പർ സംഭവിക്കുന്നത് അല്ലെ. അപ്പോ അതിലും മെല്ലെയാണ് ഗോൾഡിന്റെ കാര്യം, ഗോൾഡ് ആവാറ് പോലും ഇല്ല, അതിലും മെല്ലെയാണ് നടക്കുന്നത് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ കെമിക്കൽ ചേഞ്ചസിനും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ ഉണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഹയർ, അപ്പൊ 9ലും 10ലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നമുക്ക് അതൊക്കെ അപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നമ്മൾ തന്നെ മനോരമയുടെ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ പോവാം. ഇതിന്റെ ബാക്കി തന്നെയായിട്ട് ഞാൻ നിങ്ങളോട് അപ്പം പറയും, 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, ആ ടീച്ചറെ നമുക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എന്നേരം നമ്മൾ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെ അപ്പോഴത്തെ കാര്യം. എനിവേ, അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മെറ്റൽസ് നമ്മൾ സാധാരണ എയർ, അതായത് നമ്മൾ ചുറ്റുമുള്ള എയറിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതുപോലെ വാട്ടറിൽ, അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതുപോലെ ആസിഡിന്റെ കൂടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ റസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ല, ഇതുപോലെ ഈ റസ്റ്റിംഗ് അതുപോലെ വെർഡിഗ്രീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ്, ജനറലി ഈ മെറ്റൽസ് നമ്മൾ ഒന്നും ചെയ്യാതെ, അതായത് ഇതൊക്കെ റിയാക്ഷൻ നമ്മൾ അങ്ങോട്ടേക്ക് കഷ്ടപ്പെട്ടിട്ട് മെറ്റലിനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഇനി ഇതൊന്നും ചെയ്യണ്ട, മെറ്റൽ വെറുതെ നമ്മൾ എയറിലോ മോയ്സ്ചറിന്റെ പ്രസൻസിലോ ആസിഡിലോ ഉപ്പിട്ടോ ഏതെങ്കിലും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വെക്കുമ്പോൾ മെറ്റൽ താനേ റിയാക്ട് ചെയ്യും. അങ്ങനെ താനേ ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയർ റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ അതിന്റെ സ്വന്തം ഗുണം, അതായത് സ്വന്തം പ്രോപ്പർട്ടി അതങ്ങ് നശിച്ചു, മെറ്റൽ അല്ലാതാവുന്ന ആ ഒരു അവസ്ഥയുണ്ട്, ഈ റസ്റ്റിംഗ് ഒക്കെ പറഞ്ഞ്. അതിനാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊറോഷൻ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഷടീന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാലോ? പോവാം. പക്ഷെ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് എന്താണ് ഒരു സബ്സ്റ്റൻസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതിനാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നില്ലേ, അലോയ്സിനെ ഞാൻ പരിചയപ്പെടുത്തും. അപ്പൊ അലോയ്സ് എന്താണെന്ന് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ മെറ്റൽസിന്റെ മിക്സ്ചറാണ്. രണ്ടോ മൂന്നോ നാലോ അങ്ങനെ രണ്ടിൽ കൂടുതൽ മെറ്റൽസ് കൂടി രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, അലോയ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അലോയ്സ് എന്താണ് ബേസിക്കലി എന്ന് വെച്ചാൽ അലോയ്സ് സോളിഡ് സൊല്യൂഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ സോളിഡ് സൊല്യൂഷൻ സർ, സൊല്യൂഷൻ എന്ന് കേട്ടാൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള എന്താണ്, സൊല്യൂഷൻ ലിക്വിഡ് ഫോമിലാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം മെറ്റൽസ് ഫോം ചെയ്തിട്ടാണ്, ടീച്ചർ ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ മെറ്റൽ നമ്മൾ സോളിഡ് ആയിട്ടാണ്, നമ്മളെ അറിവിലുള്ള കാര്യം മെറ്റൽസ് സോളിഡ് ആണ്. അപ്പൊ മെറ്റൽ എങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള സോളിഡ് സൊല്യൂഷൻസ് ഫോം ചെയ്യും? അവിടെയാണ് അലോയ്സിന്റെ ഫോർമേഷൻ നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യാൻ താല്പര്യമുള്ള മെറ്റൽസിനൊക്കെ ഹീറ്റ് ചെയ്തിട്ട് ലിക്വിഫൈഡ് ആക്കിയിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത്. അല്ലാതെ രണ്ട് കട്ടയും കൂടി ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ആവോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിനെ ലിക്വിഫൈഡ് ആക്കിയിട്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സോളിഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സോളിഡ് സൊല്യൂഷന്റെ പ്രത്യേകത എന്നാൽ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസ്. എന്താ മക്കളെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വെച്ചാൽ? ഹോമോജീനിയസ് എന്ന് വെച്ചാൽ യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. അതായത് ഏത് ഭാഗത്ത്, അതായത് ഈ അലോയേഴ്സ് എടുത്തു, നമ്മളൊരു അലോയ് ഉണ്ടാക്കിയതിന് ശേഷം അലോയ് എടുത്തിട്ട് അതിന്റെ ഏത് ഭാഗത്തുനിന്ന് ഒരു അലോയ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഏത് ഭാഗത്തുനിന്ന് ഒരു കഷ്ണം മുറിച്ച് നോക്കിയാലും നമുക്ക് എന്താ കിട്ടുക, അതിലേത് ഭാഗത്തും അതിലുള്ള മെറ്റൽസിന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂഷനിലാണോ മെറ്റൽസ് അലോയ് ഉണ്ടാക്കിയത്. ഉദാഹരണത്തിന് ഞാനൊരു അലോയ് ഉണ്ടാക്കിയേ, അലോയിൽ എ മെറ്റൽ ഞാനൊരു 5% എടുത്തു, ബി മെറ്റൽ ഒരു 95% ഞാൻ എടുത്തെന്ന് വിചാരിക്കും ഒരു അലോയിൽ. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും ഞാൻ പറഞ്ഞു. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വെച്ചാൽ ഈ അലോയ് വലിയൊരു അലോയ് ആണ്. അലോയിൽ ചെറിയൊരു ബ്ലോക്ക് ഞാൻ എടുത്തു, ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തു. ഓക്കെ, ഏകദേശം ഒരു റെക്ടാങ്കുലർ ഒരു ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനം ഞാൻ മുറിച്ചെടുത്തു. അപ്പൊ ഈ മുറിച്ചെടുത്തിട്ടുള്ള അലോയിൽ എത്ര ശതമാനത്തോളം മെറ്റൽ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ആ ഓരോ കഷ്ണത്തിലും 5% എയും 95% ബി ഉണ്ടാവും. അതിനർത്ഥം എന്താണ്? വളരെ ഹോമോജീനിയസ് ആയിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെറ്റൽസ്. അതാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്. ആ മിക്സറിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത മെറ്റലിനെക്കാളും നല്ല സ്ട്രോങ് ആണ്. കാരണം ഒരു മെറ്റൽ അല്ല, ഒന്നിൽ കൂടുതൽ മെറ്റൽ. ഒരു മെറ്റലിന് കുറച്ച് പ്രശ്നമുണ്ടെന്നിരിക്കും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോ നിങ്ങൾ അയൺമാൻ എന്നുള്ള മാർവലിന്റെ ഒരു സിനിമ ഉണ്ട്. അപ്പൊ അയൺമാൻ ആയിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയർ അഭിനയിച്ചിട്ടുള്ള ടോണി സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ആള് ഇച്ചിരി വീക്കാണ്, പക്ഷേ അദ്ദേഹം സ്ട്രോങ് ആവും എപ്പോ? ആ ഒരു സ്യൂട്ട് പുള്ളിക്കാരന്റെ മുകളിൽ വരുമ്പോൾ പുള്ളിക്കാരൻ സ്ട്രോങ് ആവും. അപ്പൊ എന്താണ് ആ സ്യൂട്ട് എന്താണ് ചെയ്യുന്നത്? സ്യൂട്ടും പുള്ളിയും കൂടി ചേർന്ന്, പുള്ളിയുടെ ബുദ്ധിയും ആ സ്യൂട്ടിന്റെ ആ ഒരു ഡിഫെൻസീവ് പവറും ഇതിന്റെ എന്താണ് ഒഫെൻസീവ് ഡിഫെൻസീവ് ആയിട്ടുള്ള ആ പവറും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്താവും? നിയർ ടു ഇൻവിൻസിബിൾ, നല്ല പവർഫുൾ ആവും അല്ലെ. അപ്പൊ അതേ കാര്യം തന്നെയാണ് അലോയ്സിൽ. നമ്മൾ വീക്ക് ആയിട്ടുള്ള ഒരു മെറ്റൽ എത്തും, എന്നാൽ അതിനെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് മെറ്റൽസും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ ഒരു അലോയ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒറിജിനൽ ആദ്യമുള്ള ആ വീക്ക് മെറ്റലിനെക്കാളും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി സ്ട്രോങ്ങർ അല്ലെ. ആ മിക്സ് ചെയ്ത മെറ്റൽസിനെക്കാളും സ്ട്രോങ് ആയിരിക്കും മെറ്റൽസ്. അതുപോലെ തന്നെ സാധാരണ ഏതെങ്കിലും മെറ്റൽ, ഇപ്പൊ ഇരുമ്പ് എടുത്ത് ഇരുമ്പ് തുരുമ്പിക്കും, പക്ഷെ ഇരുമ്പിന് കൂടെ ബാക്കി മെറ്റൽസ് കൂടി അഴിക്കുന്ന എന്തെങ്കിലും വരെ തുരുമ്പിക്കാനുള്ള സാധ്യത കുറയും. കാരണം ഇരുമ്പിന് മാത്രം ഒറ്റക്കാണോ? അല്ല, ഒരുപാട് മെറ്റൽസിന്റെ ഒരു മിക്സറാണ്. അപ്പൊ എന്താണ്? റെസിസ്റ്റന്റ് ടു കൊറോഷൻ. അപ്പോൾ ഏകദേശം ഇതിന്റെ അലോയ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് അലോയ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അലോയ്സ് നിങ്ങൾ പഠിക്കേണ്ടത് 4 ആൾക്കാരെ പഠിക്കേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെ ചോദിക്കാം? വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ബ്രാസ് ഓർ കോപ്പർ ആൻഡ് സിങ്ക് കമ്പൈൻ ടു ഗിവ് ഡാഷ് അലോയ്. എന്ത് അലോയ് ആയിരിക്കും? ബ്രാസ് അലോയ്. അല്ലെങ്കിൽ കോപ്പർ ആൻഡ് ടിൻ കമ്പൈൻഡ് ഫ്രം ബ്രോൺസ് അലോയ്. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ അതിലെ കമ്പോണൻസും കാര്യങ്ങളും ഏകദേശം ഒരു ഐഡിയ വേണം. അറ്റ്ലീസ്റ്റ് ഈ 4 ആൾക്കാരെ നമുക്ക് ക്ലിയർ ആയി പഠിക്കാം. ഓക്കെ, അതിനുള്ള ഒരു കുറച്ച് കോഡുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ബ്രാസ് കമ്പോസ്റ്റ് ഓഫ് എന്താണ്? കോപ്പറും സിങ്കും ആണ്. എന്താണ്? ബ്രാസ് കോപ്പറും സിങ്കും കൂടി ചേർന്നിട്ടാണ്. ഇനിയിപ്പോ ഇത് നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം? ഓക്കെ, നിങ്ങളൊരു ക്ലാസ് റൂം ഓർമ്മിച്ചേ. ക്ലാസ് റൂമിൽ നമുക്ക് ആകെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആയി. നമ്മൾ എന്താണ്, നമുക്ക് ഒരു ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷൻ. പെട്ടെന്ന് ഒരു ദിവസം ടീച്ചർ വന്നിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എക്സാം ഒക്കെ അനൗൺസ് ചെയ്യാം. ഒരു ദിവസം രാവിലെ വന്നിട്ട് നിങ്ങളോട് പറയാന്ന്, ഇതാ അടുത്ത 10 മിനിറ്റുള്ള എക്സാം തുടങ്ങും. പക്ഷെ നിങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരു ഭയങ്കര ഒരു അജിറ്റേഷൻ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. എന്തിനാണ് ഇതൊന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് വെച്ച് പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റ് ആവും അല്ലെ? ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലല്ലേ?
അപ്പൊ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് ചിലപ്പം ചില കുട്ടികളൊക്കെ പ്രതികരിക്കും, എന്താ ടീച്ചർ ഇങ്ങനെ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു വാണിങ്ങോ അല്ലെ എപ്പോൾ എക്സാം എടുത്ത് മുന്നേ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്ത് വരാന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൂടുതൽ സീനാക്കുമല്ലോ അല്ലെ, ക്ലാസ് ചുമ്മാ ആയിരിക്കും സീനാക്കുമോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ വന്നല്ലോ, വന്നു. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കൊന്ന് ഓർമ്മിച്ചേ. എന്താണ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല, ഭ്രാന്ത് പിടിച്ച് ക്ലാസ്സിൽ സീനാക്കി. എന്താണ് ആ സിറ്റുവേഷൻ ഓർമ്മ വന്നല്ലോ, ഭ്രാന്ത് പിടിച്ച് ക്ലാസ്സിൽ സീനാക്കി. ഓക്കെ, ഈ ബ്രാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് ഭ്രാന്തിൽ എന്തുണ്ട്, നമുക്ക് ബ്രാസ് കാണാലോ, കണ്ടോ, ബ്രാ എന്ന് പറയുമ്പോൾ ബ്രാസ് ഓർമ്മ വരണം. പിടിച്ച് നിങ്ങൾ അവിടെ വിട്ടെ, ഭ്രാന്ത് പിടിച്ച് ക്ലാസ്സിൽ കാ ഉണ്ട്, കാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെ ഓർമ്മ വേണം, ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ അവിടെ കോപ്പർ ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഭ്രാന്ത് പിടിച്ച് ക്ലാസ്സിൽ സീനാക്കി, അവിടെ കോപ്പറായി, സീനാക്കി, സീൻ. അവിടെ ആരെ കിട്ടി, സീൻ എന്ന് പറയുമ്പോൾ ആരെ കിട്ടണം, സിങ്കിനെ കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചല്ലോ. ഇനി ബ്രാസ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ, ബ്രാസ് എന്ന് വെച്ചാൽ സാറ് ടീച്ചർ പറഞ്ഞായിരുന്നു ഭ്രാന്ത്. ഓക്കെ, ഭ്രാന്ത് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ സീനാക്കി. അപ്പൊ ആരാണ് ക്ലാസ്സിൽ സീനാക്കി, ആരാണ്, കോപ്പറും സിങ്ക് കൂടിയിട്ടാണെന്ന് പഠിച്ചല്ലോ. അപ്പൊ അത് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോഡ് കൂടി നോക്കാം. അടുത്ത ബ്രോൺസ് എന്താണ്, കോപ്പറും ടിന്നും കൂടി എന്താണ് ചേർന്നിട്ടാണ് ബ്രോൺസ് ഉണ്ടാവുന്നത്. അപ്പൊ ബ്രോൺസ് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഓക്കെ, ബ്രോൺസ് വെച്ചാൽ കോപ്പറും ടിന്നും കൂടി ചേർത്ത് എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാലോ. ഓക്കെ, ഒരു പുള്ളിക്കാരൻ നിങ്ങളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ഈ കുട്ടി എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലാസ് മൊത്തം സീനാക്കും. അപ്പൊ സീനാക്കിയ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരെന്താണെന്നറിയോ, പേര് ഞാൻ കോപ്പർ എന്നാ പുള്ളിയെ വിളിക്കുന്നത്. ക്ലാസ്സിൽ ഒരു കുട്ടി കോപ്പർ. ഓക്കെ, അപ്പൊ കോപ്പർ ബ്രോ എന്തായാലും സീനാക്കി ക്ലാസ്സിൽ. അപ്പൊ കോപ്പർ ബ്രോ എന്ത് ചെയ്തു, ടീച്ചർ പിടിച്ചു അല്ലേ, സീനാക്കി കഴിഞ്ഞാൽ ഉറപ്പല്ലേ കോപ്പർ ബ്രോയെ എന്തായാലും ടീച്ചർ പിടിച്ചു. അപ്പൊ എന്ത് പിടിച്ചു, കോപ്പർ ബ്രോയെ ടീച്ചർ പിടിച്ചു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എങ്ങനെ പഠിക്കാന്ന് നിങ്ങൾ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞ കോപ്പർ, അത് നിങ്ങൾക്ക് അറിയാലോ, കോപ്പർ നമ്മൾ ആദ്യം പറഞ്ഞ കോപ്പർ അഥവാ സിയു ഉണ്ട്. ബ്രോ എന്ന് പറഞ്ഞ കോപ്പർ ബ്രോ എന്ന കോപ്പർ എന്ത് ചെയ്തു, കോപ്പർ ബ്രോൺസ് പഠിച്ചേ, കോപ്പർ ബ്രോൺസ്. ടീച്ചറിലെ ടി ആരാ, ടിന്ന്. അപ്പൊ കോപ്പർ ബ്രോയെ ടീച്ചർ വിളിച്ച കോപ്പർ ബ്രോൺസ് ടിന്ന്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആരാ ഇതിൽ അലോയി, ബ്രോൺസ് ആണ്. അപ്പൊ ബ്രോൺസിൽ ആരൊക്കെ ഉണ്ട്, കോപ്പറും ടീച്ചറും ഉണ്ട് എന്ന് പറയും. ടീച്ചർ എന്ന് പറയുന്നത് ടിന്നാണ്. ആര് എന്ത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ബ്രോൺസിൽ ആരൊക്കെ ഉള്ളത്, കോപ്പറും ടിന്നും കൂടി ഉണ്ട്. അപ്പൊ അതും പഠിച്ചല്ലോ. പിന്നെ അടുത്തതും വളരെ എളുപ്പമാണ്, നിക്രോം എന്ന് നിങ്ങൾ പഠിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ നിക്രോമി എന്ന് വായിച്ചോ, നിക്രോം എന്നാണെന്ന് വായിക്കുക. ഓക്കെ, നിങ്ങൾ നിക്രോമി എന്ന് വായിച്ചോ. ഓക്കെ, നിക്രോമി എന്ന് വായിച്ചോ. ബാക്കി ഞാൻ പറയാം. നിക്രോമിൽ ആരൊക്കെ ഉണ്ട്, നിക്കൽ, ക്രോമിയം, അയറൺ. നിക്കലും ക്രോമിയവും ഇരുമ്പും കൂടി ചേർന്നാണ് നിക്രോം. ഈ നിക്രോം എവിടെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളിപ്പം നിങ്ങൾ ഇസ്തിരിയില്ലേ, നമ്മുടെ ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും, നമ്മളെ ഈ തുണിയൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കും. ഈ ഇസ്തിരിപ്പെട്ടിയിലുള്ള ഹീറ്റ് നമുക്കറിയാം ചൂടാവുന്നുണ്ടല്ലോ, അതിന് ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ ഉണ്ടല്ലോ, അതിനുള്ളൊരു കോയിൽ ഉണ്ടാവും ഹീറ്റ് ചെയ്യുന്ന. ആ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലോയിയാണ് നിക്രോം. ഓക്കെ, അപ്പൊ എവിടെയാ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇസ്തിരിപ്പെട്ടിയെ ഓർമ്മയുണ്ട്. നിക്രോമി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്ന കോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അലോയിയാണ് നിക്രോം. കാരണം നോർമലായിട്ട് ഇരുമ്പെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂട് പിടിക്കും. പക്ഷെ നിക്രോമിയൊക്കെയാണ് മെല്ലെ ചൂട് പിടിച്ച് ആ ചൂട് വളരെ സമയത്തേക്ക് നിൽക്കും. അങ്ങനെയാണ് നമുക്ക് ഇസ്തിരിയൊക്കെ ഇടാൻ പറ്റുന്നത്. ഓക്കെ, കുറച്ചുകൂടി നന്നായിട്ട് ചൂട് പിടിക്കും. ഓക്കെ, അപ്പൊ നിക്രോം അതാണ്. നിക്രോമിൽ ആരൊക്കെ ഉള്ളത്, നിക്കൽ, ക്രോമിയം, ഈ അയറൺ. അപ്പൊ നമുക്ക് നിക്രോ എന്നുള്ള പേര് തന്നെ നിക്രോം ക്രോമിയം ഉണ്ടെന്ന്. പക്ഷെ ഇരുമ്പിന്റെ കാര്യം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ കോഡ് വിളിക്കുക, നിക്രോമി എന്ന് പഠിക്കുക. അപ്പൊ ആരുണ്ട്, നിക്കൽ, ക്രോമിയം, ഈ എന്ന് പറയുമ്പോൾ നിക്രോം, അവിടെ നിക്കലും ക്രോമിയോ, ഈ എന്ന് പറയുമ്പോൾ ഇരുമ്പ് കൂടി. അപ്പൊ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, നിക്രോമി. അതും പഠിച്ചല്ലോ. ഇനി അവസാനത്തെ ഇതാ അൽ നിക്കോ ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, ആ പേര് തന്നെ നല്ലൊരു കോഡാണ്. എന്താണ് അൽനിക്കോൽ ആരൊക്കെ ഉണ്ട്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഈ മൂന്നാളുണ്ട് കേട്ടോ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. വേറെ ഇത് കൂടാതെ ഒരാളും കണ്ട്, ആര്, അയറൺ കൂടി ഉണ്ട്. അതായത് നിങ്ങൾ എന്താക്കുക, നിക്കൽ എടുക്കുക, നിക്കൽ എടുക്കുക, എന്ന് വെച്ചാൽ അലൂമിനിയം എടുക്കുക, എടുത്തിട്ട് നിങ്ങൾ ആരാക്കുക, അയറൺ ആക്കുക, എടുത്തിട്ട് ആരാക്കുക, കൊബാൾട്ട് ആക്കുക. പഠിച്ചേ, എളുപ്പല്ലേ. അൽ നിക്കോൽ ആരൊക്കെയുണ്ട്, അലൂമിനിയം, നിക്കൽ, അയറൺ, കോബാൾട്ട്. അലൂമിനിയം, നിക്കൽ, അയറൺ, കോബാൾട്ട്. പഠിച്ചല്ലോ, 4 കോഡുകൾ പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ചു? ആദ്യത്തെ 2 ബന്ധം പഠിച്ച ബ്രാസും ബ്രോൺസും നിങ്ങൾ പഠിക്കാം. എന്താണ്, ഒരു ക്ലാസ് സിറ്റുവേഷൻ ആണ്, പെട്ടെന്ന് നിങ്ങളോട് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ, മൊത്തത്തിൽ എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ച് ക്ലാസ് ആകെ സീനാക്കി. ആരാണ്, ബ്രാസിൽ കോപ്പറും സിങ്കും, അതാണ് ഭ്രാന്ത് പിടിച്ച് ക്ലാസ്സിൽ സീനാക്കിയത്. അതിനുശേഷം അവിടെ തീർന്നോ? ഇല്ല, സീനാക്കിയത് ആരാ,
കോപ്പർ ബ്രോ സീനാക്കിയപ്പോൾ എന്തായി ടീച്ചർ അവനെ തന്നെ പൊക്കി. ഓക്കെ, എല്ലാവരും ഒച്ചപ്പാടാക്കി, പക്ഷെ കോപ്പർ ബ്രോ കുറച്ച് അധികം ഒച്ചപ്പാടാക്കി. അപ്പൊ കോപ്പർ ബ്രോ ആര് പിടിച്ചു? ടീച്ചർ പിടിച്ചു. കോപ്പർ ബ്രോൺസ് ആരുടെ കൂടെ? ടിന്നിന്റെ കൂടെ ചേർന്ന്, അതായത് ടീച്ചറിലെ ടിൻ, അതും പഠിച്ചല്ലോ. പിന്നെ നിക്രോമി പഠിച്ചു. എവിടെയാണ്? ഹീറ്റിംഗ് കോയിലായിട്ട് ഇസ്തിരിപ്പെട്ടികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിക്രോമിയിൽ ആരൊക്കെ ഉണ്ട്? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, അയറൺ. അപ്പൊ അത് നിക്രോമി നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ അൽനിക്കോ പഠിച്ചു. അലൂമിനിയം, നിക്കൽ, അയറൺ, കൊബാൾട്ട് പഠിച്ചല്ലോ. അപ്പൊ അലോയ്സ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് റിയാക്ഷൻസ് നോക്കാം. ആദ്യത്തെ റിയാക്ഷൻ വെച്ചാൽ റിയാക്ഷൻ വിത്ത് എയർ ആണ്. എയറിന്റെ കൂടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താ ചെയ്യുന്നത്? സോഡിയം എടുത്തിട്ടുണ്ട്, നൈഫ് എടുത്തിട്ടുണ്ട്. സോഡിയത്തെ നമ്മൾ മുറിച്ചിട്ട് എയറിന് എക്സ്പോസ് ചെയ്തപ്പം എന്താ സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ കെമിക്കൽ ചേഞ്ചസിന്റെ ഇക്വേഷൻ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ സോഡിയത്തിന്റെ റിയാക്ഷൻ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ സോഡിയത്തിന്റെ തുടക്കത്തിൽ എന്തായാലും ഒരു പുള്ളിക്കാരനെ കത്തി വെച്ചിട്ട് സോഡിയം മുറിക്കുന്നത് ഞാൻ വീഡിയോ കാണിച്ചത്, ഞാൻ ഒന്നുകൂടി കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി കാണണം തോന്നി എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ തിരിച്ചു പോവുക. കെമിക്കൽ ചേഞ്ചസിൽ ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ട് കെമിക്കൽ ചേഞ്ചസിന്റെ കാര്യം പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ സോഡിയം ഇങ്ങനെ കറങ്ങിയുള്ള ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടാണ്. പോവുക, കാണുക, കണ്ട് മനസ്സിലാക്കുക. സോഡിയത്തിനെ മുറിക്കുന്ന കാര്യം അപ്പം നിങ്ങളുടെ മനസ്സിൽ വരും. അത് കണ്ടിട്ടാണ് ഇത് കണ്ടത്. കണ്ട എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ സോഡിയം മുറിച്ചു കഴിഞ്ഞാൽ 2 കഷ്ണങ്ങൾ ഇടും അല്ലെ. ഈ 2 കഷ്ണത്തിന് പ്രത്യേകത എന്താ? നല്ല ഷൈനിങ് ആയിട്ടുള്ള 2 സൈഡുകൾ ഉണ്ടാവും. ഓക്കെ, മുറിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഷൈനിങ് ആയിട്ടുള്ള 2 സൈഡുകൾ കിട്ടും. അപ്പൊ എന്താണ്? നമുക്ക് അങ്ങനത്തെ ഒരു സൈഡ് കിട്ടി. പക്ഷെ എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ആ തുറന്നു വെച്ചിട്ട് ആഹാ നല്ല സ്റ്റൈൽ ഉണ്ടല്ലോ, നല്ല ഷൈൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കാണാം ആ ഷൈനിങ് സിൽവർ ആയിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഷൈനിങ് ഉണ്ടല്ലോ, അതങ്ങനെ മൊത്തത്തിൽ അങ്ങ് പോകും. ആ സിൽവർ ഷൈനിങ് ഒക്കെ പോയിട്ട് അതിന്റെ മുകളിൽ ഒരു കോട്ടിങ്, ഒരു ഗ്രേ കളറുള്ള കോട്ടിങ് ഒക്കെ വന്ന പോലെ ആയിട്ട് മൊത്തത്തിൽ അലമ്പോ. എന്തുകൊണ്ടാണ് അങ്ങനെ അലമ്പായി സംഭവിക്കുന്നത്? അവിടെയുള്ള സോഡിയം നമ്മുടെ ചുറ്റും, അവിടെ ചുറ്റും ആരാ ഉള്ളത്? ഓക്സിജൻ, അറ്റ്മോസ്ഫിയർ ഓക്സിജൻ ഉണ്ടല്ലോ. ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്താവുന്നത്? സിൽവറി വൈറ്റ് ഓഫ് ദ മെറ്റൽ സർഫേസ് ഗെറ്റ്സ് ടാർണിഷ്ഡ്. അത് ടാർണിഷ് ആയി പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? ആ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ നടന്നിട്ടുള്ള റിയാക്ഷൻ? നിങ്ങൾ പഠിക്കാനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, സോഡിയം ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആരുണ്ടാവും? സോഡിയം ഓക്സൈഡ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? സോഡിയം ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, 4Na+ 2Na2O കിട്ടും. അപ്പം സോഡിയം ഓക്സൈഡ് ഉണ്ടായത് കൊണ്ടാണ് അതിന്റെ ആ സിൽവറി വൈറ്റ് ആയിട്ടുള്ള സർഫസ്, അതായത് ഷൈനി ആയിട്ടുള്ള നല്ല തിളങ്ങുന്ന സർഫേസ് ഇല്ലാതെ പോയി. ഇനി ഒരു എക്സ്പെരിമെന്റ് കൂടി നമുക്ക് നോക്കാം. അടുത്ത എക്സ്പെരിമെന്റ് അലൂമിനിയം ഞാൻ എടുത്ത്. ഓക്കെ, നിങ്ങൾ അലൂമിനിയം എവിടെയാണല്ലോ? നമ്മൾ ഈ പാർസൽ, നമ്മൾ ഫുഡൊക്കെ ഈ സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഫുഡ് വരുന്നത് എന്താണ്? നമ്മുടെ അലൂമിനിയം കൊണ്ട് റാപ്പ് ചെയ്തിട്ടുള്ള ഫുഡ് ബോക്സിൽ കവർ ചെയ്തിട്ടുള്ള ഫുഡ് കൊണ്ടുവരുന്ന അതുപോലത്തെ റാപ്പറിലാണ് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അതാണ് അലൂമിനിയം എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അലൂമിനിയത്തിന്റെ ഒരു വയർ എടുക്കുക. അലൂമിനിയത്തിന്റെ വയർ എടുക്കുക. നമ്മൾ ആ ഒരു സിൽവർ കളറുള്ള വയർ നിങ്ങൾക്ക് കിട്ടുന്ന പല ഈ വയറിങ്ങിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലൂമിനിയം വയർ. അപ്പൊ അലൂമിനിയം വയറിന്റെ കൂടെ സാൻഡ് പേപ്പർ, നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ ഉരക്കാൻ വേണ്ടി ഉപയോഗിക്കും സാൻഡ് പേപ്പർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അലൂമിനിയം വയറിന്റെ സർഫസ് നന്നായിട്ട് ഉരച്ചൊരച്ച് എന്ത് ചെയ്യുക? അതിന്റെ മുകളിലുള്ള ഒരു കവറിംഗ് ഉണ്ട്. നമ്മൾ ഈ അലൂമിനിയം എന്ന് പറയുമ്പോൾ നേരെ അലൂമിനിയം മെറ്റൽ അല്ല നമുക്കുള്ളത്. അതിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും. എന്തിനാ കോട്ടിംഗ് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തുരുമ്പിച്ച് പോകാനോ അല്ലെങ്കിൽ തുരുമ്പിക്കാനല്ല, കൊറോഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഇതൊരു കോട്ടിംഗ്. അപ്പൊ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ ആ കോട്ടിംഗ് അങ്ങ് പോകും. അപ്പൊ കോട്ടിംഗ് പോയി കഴിഞ്ഞാൽ എന്തോ ആദ്യം ഒരു നല്ലൊരു ഷൈനി സർഫസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അലൂമിനിയം മെറ്റലാണ് നമ്മളെ കാണുന്നത്. നല്ല ഷൈനി ആയിട്ട് അലൂമിനിയം മെറ്റൽ കാണും. നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, നമ്മൾ ഇത്ര ചെയ്തു, ഷൈനി ആയിട്ട് കണ്ടു. ഇനി നമ്മൾ മാത്രം കണ്ടാൽ മതിയോ? പോരാ, ചുറ്റുമുള്ള പക്ഷികളും പാറ്റകളും പ്രാണികളൊക്കെ കാണട്ടെ. എയറിൽ അങ്ങനെ തന്നെ തുറന്നു വെച്ച് ചുറ്റുമുള്ള എല്ലാവരും കാണട്ടെ. ഓക്കെ, അപ്പൊ അതൊക്കെ കണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ സംഭവിക്കും? അലൂമിനിയത്തിന്റെ ആ ഷൈൻ ഉണ്ടല്ലോ, മെറ്റാലിക് ഷൈൻ ഉണ്ടല്ലോ, ആ സിൽവറി ആയിട്ടുള്ള മെറ്റാലിക് ഷൈൻ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. നമ്മുടെ സോഡിയത്തിന്റെ അതേ അവസ്ഥ. നമുക്ക് എന്ത് കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത്? അത് ഓക്സിജന്റെ കൂടെ ചേർന്നിട്ട് അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും, Al2O3 എന്ന് പറയുന്ന അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ ഷൈന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് ഓർമ്മിച്ചേ. ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ sodium loses its luster due to the formation of oxides by reaction with gases present in air. അല്ലെ, ഓക്സൈഡ്സ് ഫോം ചെയ്തിട്ട് അതിന്റെ ലെസ്റ്റർ പോകും. രണ്ടാമത്തെ എക്സ്പെരിമെന്റിലെങ്കിലോ അലൂമിനിയം ലോസ് ദ ഷൈൻ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് ബൈ റിയാക്ഷൻ വിത്ത് ഗ്യാസസ് പ്രസന്റ് ഇൻ. അലൂമിനിയത്തിന്റെ ഷൈന് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ കൊണ്ടാണ്. അപ്പൊ മനസ്സിലായല്ലോ, കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നത് കണ്ടോ? എന്താണ്? വെറുതെ എയറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, മെറ്റലിന് നമ്മൾ അതിനെ ഷൈനി ആയിട്ടുള്ള സർഫസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എയറുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കും? അത് മെറ്റൽ അല്ലാതെയോ, മെറ്റൽ എന്ന് വെച്ചാൽ സോഡിയം മാത്രമാണ് മെറ്റൽ. പക്ഷെ ഓക്സിജനോട് റിയാക്ട് ചെയ്ത് അത് പിന്നെ മെറ്റൽ അല്ല, അത് സോഡിയം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു സാധനം കവർ ചെയ്ത്, അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനം അതിനെ കവർ ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ള മെറ്റൽ എന്തായി? റിയാക്ട് ചെയ്തു.
ഓക്കെ, അപ്പൊ പഴയ മെറ്റൽ കിട്ടാൻ വഴിയുണ്ടോ? വേറെ എന്തെങ്കിലും റിയാക്ഷൻ നടത്തിയിട്ട് മാത്രമേ പഴയ മെറ്റലിലോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ ഇപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ്ലി എന്തായി, അലൂമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഓക്സൈഡ് ആയിട്ട് മാറി. കെമിക്കലി അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ മാറി ആ ഒരു ഏരിയയിൽ. മനസ്സിലായാലോ? ഇതാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് വാട്ടർ. ഇതും ഞാൻ കെമിക്കൽ ചേഞ്ചസിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്ത ഒന്നുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. നിങ്ങൾ ഇവിടെ കണ്ടോ, ഞാൻ ഒരു 150 മില്ലി ലിറ്ററിന്റെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബീക്കറിൽ 2 ബീക്കർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ ഞാൻ സോഡിയം ഇടുകയാണ്, മറ്റേ ബീക്കറിൽ ഞാൻ കോപ്പറും. ഒരേ സൈസ്, വലുപ്പമൊന്നും ഞാൻ മാറ്റില്ല, ഒരേ സൈസുള്ള സോഡിയം കഷ്ണവും കോപ്പർ കഷ്ണവും 2 പാത്രത്തിലിടുക. അപ്പൊ എന്താ സംഭവിക്കുക? സോഡിയം ഇട്ട പാത്രത്തിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് കെമിക്കൽ ചേഞ്ചസിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയാം. പമ്പര കാരണം കറങ്ങി 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 കത്തി തീർന്നിട്ട് വെള്ളത്തിന്റെ കളർ മാറിയിട്ട് ഒരു എന്താണ്, ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, കോപ്പറിന്റെ പാത്രത്തിലോ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഈ ചെമ്പിന്റെ കാര്യം, നമ്മൾ പഴയ വീട്ടിലൊക്കെ നമ്മൾ ഹാൻഡിലില്ല, ഡോറിന്റെ ഹാൻഡിലൊക്കെ ചെമ്പിന്റെ സാധനമായിട്ടാണ്. നിങ്ങൾ അതിന്റെ മുകളിൽ വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമോ? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തുടച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് പോകും. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ സോഡിയം കത്തുപോലെ കോപ്പറിന്റെ ഹാൻഡിലൊന്നും കത്താനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ കോപ്പർ ഇട്ട ബീക്കറിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. കോപ്പർ അവിടെ ഇങ്ങനെ മുക്കിയിട്ട് സുഖമായിട്ട് എന്താ പറയുക, വല്ല ബീച്ചിൽ പോയ ഫീലിൽ ഏറ്റവും ബീക്കറിന്റെ അടിയിൽ ഇതാ കോപ്പർ ഇത് ഇവിടെ ഇങ്ങനെ കടന്നിട്ടുണ്ട്. ഓ ഹോയ് 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 എന്ന് പറഞ്ഞിട്ട് ആ ധൂമച്ചാലേ പാട്ടൊക്കെ പാടിയിട്ട് അവിടുന്ന് ജ്യൂസും കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. കോപ്പറിനെ സംബന്ധിച്ച റിയാക്ഷൻ അത്ര പെട്ടെന്ന് നടക്കില്ല. പക്ഷെ സോഡിയം വളരെ പെട്ടെന്ന്. എന്താ സംഭവിക്കുക? സോഡിയം ബേൺസ് ഇൻ വാട്ടർ ആൻഡ് ഫോം ഹീറ്റ് ആൻഡ് സ്മോക്ക്. കോപ്പർ ആവോ സോഡിയത്തിന്റെ അപ്പുറത്തെ ബീക്കർ കത്തുന്നൊക്കെ നോക്കിയിട്ട് കോപ്പർ എന്ത് ചെയ്യും? ഇപ്പുറത്തെ വെള്ളത്തിൽ ചില്ലായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്? സോഡിയം വാട്ടറിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകും. അതാണ് നമ്മുടെ അവസാനം പുകയായിട്ടൊക്കെ കാണുന്നത് അല്ലേ? ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാച്ച് സ്റ്റിക് ഒക്കെ വെച്ചിട്ട്, ഒരു മാച്ച് സ്റ്റിക് അതായത് നമ്മുടെ തീപ്പെട്ടിക്കുള്ളിൽ കത്തിച്ചിട്ട് വെറുതെ ഈ ബീക്കറിന്റെ മുകളിൽ കുറച്ച് അടുത്തൊന്നും വെക്കണ്ട, കുറച്ച് മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പ് സൗണ്ടോട് കൂടി നമ്മുടെ മാച്ച് സ്റ്റിക് കത്തുന്നത് കാണാൻ പറ്റും. അതെന്താ കാണിക്കുന്നത്? അതിനർത്ഥം ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വെള്ളത്തിന്റെ കളർ എന്താണ്? കളർലെസ് എന്ന് മാറി ട്രാൻസ്പെറന്റ് എന്ന് മാറിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയി എന്ന് പറഞ്ഞു. ഈ വൈറ്റ് ഷെയ്ഡിന് കാരണക്കാരൻ ഈ കാണുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ പഠിച്ചല്ലോ. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അത് സോഡിയത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഏത് മെറ്റൽസും, അതായത് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുന്നത്? മെറ്റൽ ഹൈഡ്രോക്സൈഡും കൂടെ ഹൈഡ്രജൻ ഗ്യാസുമാണ്. ഓക്കെ, മെറ്റൽ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ്. ഈ മെറ്റൽ ഹൈഡ്രോക്സൈഡ് എവിടെയാണ് ഉണ്ടാവുക? വാട്ടറിൽ അലിഞ്ഞു ചേർന്നിട്ടാണ് മിക്കവാറും കാണാറ്. ഓക്കെ, വാട്ടർ സോൾവെന്റ് ആണല്ലോ. അപ്പൊ മെറ്റൽ ഹൈഡ്രോക്സൈഡും അത് വെള്ളത്തിൽ എങ്ങനെ നിൽക്കും? മെറ്റൽ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഒക്കെ റിലീസ് ചെയ്തിട്ട് മെറ്റൽ അതിന്റെ വാട്ടറിൽ പോകും. ബാക്കിയുള്ള മെറ്റൽ എവിടെയാണ്? ഹൈഡ്രോക്സൈഡ് ആയിട്ട് ആ വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് നിൽക്കും. അപ്പൊ വാട്ടറിന്റെ കൂടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി, അതായത് വാട്ടറിന്റെ കൂടെ എങ്ങനെ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത് കണ്ടു അല്ലെ? വാട്ടറിന്റെ കൂടെ എന്താണ് ആകെ മാറിയിട്ട് അവർ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നത് അല്ലേ? പക്ഷേ ഇനി അടുത്തൊരു കേസ്, ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കേസ്, ആസിഡിന്റെ കൂടെ എങ്ങനെ മെറ്റൽസ് റിയാക്ട് ചെയ്യും. അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്കറിയാം, വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തതിനേക്കാളും ഫാസ്റ്റിലായിരിക്കും, എയറിന്റെ കൂടെ റിയാക്ട് ചെയ്തതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യും. വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്യും അല്ലേ? അപ്പൊ ആസിഡിന്റെ കൂടെ റിയാക്ഷൻ എന്താണ്? മുന്നേ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സിങ്ക് ഗ്രാന്യൂൾസ്, അതായത് സിങ്ക് ഗ്രാന്യൂൾസ് നമ്മൾ എന്ത് ചെയ്ത് ഒരു ടെസ്റ്റ് ട്യൂബില് ഡയല്യൂട്ട് HCl എടുത്തു. ഓക്കെ, അപ്പൊ ഡയല്യൂട്ട് HCl എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ സൊല്യൂഷൻ ഡയല്യൂട്ട് എന്താണ്, കോൺസെൻട്രേറ്റ് എന്നൊക്കെ പഠിച്ചു. എന്നാലും നിങ്ങൾക്ക് ഒരു ഹിന്റ് പോലെ ഞാൻ പറഞ്ഞുതരാം. ഡയല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാട്ടർ ഒക്കെ ആഡ് ചെയ്തിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കും. അതായത് അതിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അമൗണ്ട് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും കുറേ വാട്ടറും ആഡ് ചെയ്താൽ നമുക്ക് ഡയല്യൂട്ട് കിട്ടും. എന്നാൽ കുറച്ച് വാട്ടറും കുറേ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് എന്തുണ്ട്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ ഐഡിയ. അപ്പൊ അതിനകത്ത് നമ്മൾ സിങ്ക് ഗ്രാനുവൽ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ് ബബിൾസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ടെസ്റ്റ് ആണ് മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്തിട്ട് ഇതിന്റെ ഓപ്പണിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പൊ എന്താ കണ്ടിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി ഒരു പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് അങ്ങ് കത്തും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സിങ്ക് എന്താണ്? ഒരു പോപ്പ് സൗണ്ട് കേൾക്കുന്നു. പോപ്പ് സൗണ്ട് ഫ്രം മാച്ച് സ്റ്റിക്കിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കാണുന്നു. ഓക്കെ, അതാണ് നിങ്ങൾ ഒബ്സർവേഷൻ നിങ്ങൾ ഈ റിയാക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? മാച്ച് സ്റ്റിക്ക് പെടുന്ന പോപ്പ് സൗണ്ടിൽ
അതിങ്ങനെ പെട്ടെന്ന് കത്തുന്നതാണ്, ഒരു എക്സ്പ്ലോസീവ് സൗണ്ട് പോലെയായിട്ട് പെട്ടെന്ന് കത്തുന്നു. അപ്പൊ എന്തായിരിക്കും റിയാക്ഷൻ? സിങ്ക് മെറ്റൽ ഉണ്ട് അല്ലേ, സിങ്ക് ആരുടെ കൂടെ റിയാക്ട് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സിങ്ക് ക്ലോറൈഡും കൂടെ ഹൈഡ്രജൻ ഗ്യാസ്, അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് ആ പോപ്പ് സൗണ്ടിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റിയാക്ഷൻ. അപ്പം ഈ ബാക്കിയുള്ള മെറ്റൽസ്, അതായത് എഫ് എന്ന് പറയുമ്പോൾ അയറൺ ആണ്, കോപ്പർ ആണ്, മഗ്നീഷ്യം ആണ്, അലൂമിനിയം ആണ്. അപ്പൊ ഈ ആൾക്കാരെ ഒക്കെ നമ്മൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇതുപോലെ തന്നെ പോപ്പ് സൗണ്ട് ഉണ്ടാവും. ഓക്കെ, സെയിം, അതാ ഞാൻ ഡിറ്റോ കൊടുത്തിട്ട് ഈ സെയിം ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ റിയാക്ഷൻ മാത്രം നിങ്ങൾ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇവരെല്ലാ മെറ്റൽസും ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ റസ്റ്റിങ്ങിന്റെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗോൾഡ് റസ്റ്റ് ചെയ്യുന്നതും അയൺ റസ്റ്റ് ചെയ്യുന്നതും കമ്പയർ ചെയ്തപ്പോൾ ഗോൾഡ് വളരെ റസ്റ്റ് ചെയ്യൽ വളരെ കുറവാണ്. അയൺ എന്നാൽ താരതമ്യേന ഗോൾഡിനെ വെച്ച് നോക്കുമ്പോൾ വേഗത്തിൽ റസ്റ്റ് ചെയ്യും അല്ലെ. ഇവിടെ അതേപോലെ തന്നെ ആസിഡിന്റെ കൂടെ ഉദാഹരണത്തിന് സിങ്കും അലൂമിനിയം മാഗ്നീഷ്യം ഒക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും കമ്പയർ ടു കോപ്പർ അയറൺ. അയറൺ കുറച്ചുകൂടി റിയാക്ട് ചെയ്യും, കോപ്പർ എന്ന് വെച്ചാൽ വളരെ മെല്ലെ റിയാക്ട് ചെയ്യും. അതായത് എന്താണ്, ചില ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, അതായത് അവരുടെ കെമിക്കൽ ചേഞ്ച് ഷടപടയെന്നായിരിക്കും. ഏതെങ്കിലും ഒരാളെ കാത്തു നിൽക്കുവാണ് അവർ. ഓക്കെ, അവർക്ക് വാട്ടർ ഇട്ട് കൊടുത്ത് അവർ റിയാക്ട് ചെയ്യും. എന്താണ്, വെറുതെ ചുമ്മാ എയറിൽ വെച്ചാൽ ചില ആൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ചില ആൾക്കാർ എന്താണ്, ആസിഡിൽ ഇട്ട ഷടപടയെന്ന് പറഞ്ഞ റിയാക്ഷൻ അതിൽ പെട്ടെന്ന് തന്നെ ഹൈഡ്രജൻ റിലീസ് ചെയ്യും. അപ്പൊ എല്ലാവരുടെയും റിയാക്ഷൻ ഞാൻ ചുമ്മാ എഴുതി വെക്കാം. ഓക്കെ, ഇരുമ്പ് എന്ത് ചെയ്യും? Fe പ്ലസ് 2HCl gives FeCl2 പ്ലസ് H2. ഇതിന് വേറെ റിയാക്ഷൻ FeCl3 വരുന്ന ഒരു റിയാക്ഷൻ കൂടിയുണ്ട്, രണ്ടും ഫോം ചെയ്യാം കേട്ടോ. Cu പ്ലസ്, ഇതേപോലെ ഞാൻ എല്ലാം ആ ഒരു 2 വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. വേറെ പോസിബിലിറ്റി ഉണ്ട്, ഇത് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള റിയാക്ഷൻ ഞാൻ ഇങ്ങനെയുള്ള ഒരു പോസിബിൾ റിയാക്ഷൻ ആണെന്നുള്ള രീതിയിൽ എഴുതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താണ്, എല്ലാവരും ഞാൻ തന്ന എല്ലാവരുടെയും പ്രത്യേകത എന്താണ്, എല്ലാവരും ബൈ ബാലൻസ്, അതായത് എല്ലാവരും 2 ഇലക്ട്രോൺ കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ടാണ് എല്ലാവരുടെയും 2 നിങ്ങൾ ഇങ്ങനെ വരുന്നത്, MgCl2. ഓക്കെ, അലൂമിനിയത്തിന്റെ കാര്യം വരുമ്പോൾ അലൂമിനിയം 3 ഇലക്ട്രോൺ കൊടുക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പൊ അലൂമിനിയം എന്ത് ചെയ്യും? അലൂമിനിയം നേരെ തിരിച്ചിട്ട് AlCl3 ഫോം ചെയ്യും. എന്താണ് ഫോം ചെയ്യുക? AlCl3 ഫോം ചെയ്യും. അപ്പൊ ഇതെങ്ങനെയാ വരുക? ഇവിടെ 2Al കൊടുക്കുക, 2AlCl3 3H2O, അപ്പൊ എത്രയാണ്? 6HCl എന്ന് പറഞ്ഞൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതാം. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ കിടുപ്പല മനസ്സിലായാലും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വേറൊരു കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ഒരു നമ്മൾ സാധാരണ മെറ്റൽ എടുത്ത് കഴിഞ്ഞാൽ മെറ്റൽ താനെ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. എന്താണ്? എയറിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് അങ്ങ് പോകും. ചിലർ താനെ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ റിയാക്ട് ചെയ്ത് അതുവഴി പോകും. ഇനി ചിലർ വെള്ളത്തിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നില്ല, അവരെ നമ്മുടെ കൂടെ ആസിഡ് ഇട്ടാലോ അവർ അവിടെ കയറി റിയാക്ട് ചെയ്യും. അത് ഡയലൂട്ട് ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്യും, കോൺസെൻട്രേറ്റ് അങ്ങനെ പിന്നെ പറയണ്ട, നല്ല ഷടപടയുന്ന പൊട്ടിത്തെറിയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പൊ എന്താണ് നമ്മളിപ്പം കാണുന്ന എന്താണ്? മെറ്റലിന്റെ ആകെ രൂപവും ഭാവവും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വിട്, കെമിക്കലായിട്ട് ആളാകെ മാറി. ഇപ്പൊ നമ്മളെ നേരത്തെ കണ്ടപ്പോൾ എന്താണ്? മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയി അല്ലേ, വാട്ടറിന്റെ കൂടെ. ആസിഡിന്റെ ഒരടി എല്ലാവരും ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തത് കൊണ്ട് എല്ലാവരും അവരവരുടെ ക്ലോറൈഡ് സോൾട്ടുകളായിട്ട് മാറി. ഈ സാധനത്തിന് നമ്മൾ എന്താ പറയാ? മെറ്റൽ സോൾട്ട് എന്നാണ് പറയാ. ഓക്കെ, അവരവരുടെ മെറ്റൽ സോൾട്ടുകളാക്കിയിട്ട് അവരൊക്കെ മാറി. അപ്പൊ എന്താണ്? കെമിക്കലി മാറ്റം സംഭവിച്ചു അല്ലേ? പക്ഷെ ഇവിടെ തീരുന്നുണ്ടോ? ഇല്ല. ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നതാ. സ്പ്രിംഗലൈറ്റഡ് മാച്ചിങ്, അതായത് ഹൈഡ്രജൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത്. ഓക്കെ, ഇനി ഇതാ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ലെമൺ. വൈ? എന്തുകൊണ്ടായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലോയ് ആണ്. അപ്പൊ അലോയ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അത് മെറ്റലിനെക്കാളും സ്ട്രെങ്ത് കൂട്ടാനും, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? അത് കൊറോഷനിലെ നടക്കാനുള്ള റെസിസ്റ്റന്റ് കൊറോഷൻ ആണ് അല്ലെ, കൊറോഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ലെമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെമണിലുള്ളത് ഒരു ആസിഡ് ആണ്. എന്താണ്? സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇവിടെ. ലെമൺ, നമ്മൾ ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് എന്താ മക്കളെ സംഭവിക്കുക? അവിടെ മെറ്റൽ സോൾട്ട് അല്ലെങ്കിൽ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മെറ്റൽ സോൾട്ട്. ഇവിടെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് മെറ്റൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു. സിട്രിക് ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ഒരു മെറ്റൽ സോൾട്ട് ഉണ്ടാവും. അപ്പൊ എന്താണ് സംഭവിക്കുക? അത് കെമിക്കലി മാറും, മെറ്റൽ എല്ലാതെയും ആവും അല്ലെ. സ്നിക്കേഴ്സ് പോലെ മറ്റേ നമ്മുടെ ആൾക്കാർ സ്നിക്കേഴ്സ് വെച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രൂപം മാറുന്നു, അവരുടെ സ്വഭാവം. അതുപോലെ മെറ്റൽ ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെറ്റൽ അല്ലാതെയാവും, മെറ്റൽ സോൾട്ട് ആയിട്ട് മാറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോയ് ഉപയോഗിക്കുന്നത്. അലോയ് എന്താണ്? പെട്ടെന്ന് അങ്ങനെ അലോയിലേക്ക് ഒരുപാട് മെറ്റൽസ് ഉണ്ടല്ലോ, ഒറ്റക്കുള്ള മെറ്റലാങ്ങ് പോയിട്ട് ഇപ്പം ഒറ്റക്കാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്റെ ചങ്ങാതിമാരെ കൂടെ, എന്റെ ചങ്ങാതിമാരെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും, ധൈര്യം കൊണ്ട് എന്നോട് ഇപ്പം മുട്ടടാന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ
ഒറ്റയ്ക്ക് മെറ്റൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. അപ്പൊ മെറ്റൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി മെറ്റൽസിനെ കൂടി ചേർന്നിട്ട് അലോയി ആക്കിയിട്ട് എല്ലാവരും കൂടി നല്ല ആലോചിച്ചിട്ട് അലോയി ആയിട്ട് ഷടപട വരും. വാ, ധൈര്യം ഉണ്ട് എന്നെ പിടിക്കടാന്ന് പറഞ്ഞിട്ട് ആസിഡിന്റെ എലമെന്റ് എടുത്ത് പോയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും, ഒന്നും സംഭവിക്കൂല. എന്താണ് ചെയ്യുക? അതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ഇരുമ്പിന്റെ കത്തി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഈ സിട്രിക് ആസിഡ് മാത്രമല്ല, പച്ചക്കറിയൊക്കെ നമ്മൾ ജനറലി പച്ചക്കറികളിലൊക്കെ ഒരുപാട് പച്ചക്കറികളിലൊക്കെ ആസിഡ് ഉണ്ട്. അപ്പൊ ആസിഡ് അടങ്ങിയുള്ള പച്ചക്കറി നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ ഒക്കെ കത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്പം കൂടുതലും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കത്തികൾ, നൈഫുകൾ ഉപയോഗിക്കും. ഷെഫിന്റെ ഒക്കെ കാര്യം, നിങ്ങൾ പ്രൊഫഷണൽ ഷെഫ്സോ ഹോട്ടലൊക്കെ പോയി നിങ്ങൾ കാണാം, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നൈഫുകളാണ് കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കാറ്. പണ്ടൊക്കെ ആണെങ്കിൽ, പണ്ടത്തെ വീട്ടുകളൊക്കെ പോയി എവിടെ നോക്കുകയാണെങ്കിൽ ഇരുമ്പിന്റെ കത്തികൾ മാത്രമേ കാണൂ. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം വെസൽസ്. എന്തുകൊണ്ടാണ് ബട്ടർ മിൽക്ക് അലൂമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യാതെ? ബട്ടർ മിൽക്ക് എന്താണെന്നോ നമുക്ക് ഇവിടെ അറിയില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഛാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനാണ് നമ്മൾ ഈ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. ഒന്നുമില്ല, അത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മോരൊക്കെ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ. തൈര് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ലസ്സി എന്ന്. അത് കുറച്ച് മധുരമുള്ളത്. ബട്ടർ മിൽക്ക് അതുപോലത്തെ സാധനമല്ല. ദഹനത്തിലൊക്കെ സാധിക്കും, ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ മോര് കുടിക്കുന്ന അവർ കുടിക്കുന്ന ഒരു സാധനം ബട്ടർ മിൽക്ക്. കുറച്ച് വ്യത്യാസമുണ്ട് സാധനം. ഓക്കെ. അപ്പൊ ബട്ടർ മിൽക്ക് എന്ന് പറയാം, ബട്ടർ മിൽക്ക് മാത്രം എടുക്കണ്ട, നമ്മൾ ഈ മോരായിക്കോട്ടെ എന്ത് സാധനം ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ അലൂമിനിയം വെസൽ, അലൂമിനിയം പാത്രങ്ങളിൽ നമ്മൾ വെക്കില്ല. കാരണം എന്താണ്? അലൂമിനിയം നമ്മൾ കണ്ടു, അലൂമിനിയം ആരുടെ കൂടെ റിയാക്ട് ചെയ്യും? ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും? അലൂമിനിയം സോൾട്ട് കൂടെ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. അപ്പം മെറ്റൽ, ഓക്കെ, മെറ്റൽ നമുക്കറിയാം, മെറ്റലായിട്ടിരിക്കുമ്പോൾ ഓക്കെ, അത് മെറ്റലായിട്ട് മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിച്ച് സമാധാനം. പക്ഷേ അതിൽ കെമിക്കൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ സോൾട്ട് ഉണ്ടല്ലോ, ഇത് എപ്പോഴും നല്ലതാവണം എന്നില്ല. മിക്കവാറും ഇവരൊരുവക ആൾക്കാരൊക്കെ പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അത് ഹ്യൂമൻസിന് മാത്രമല്ല, പ്ലാന്റ്സിനും മറ്റെല്ലാ ആനിമൽസിനും എല്ലാ ജീവികൾക്കും മിക്കവാറും പോയിസണസ് ആയിരിക്കും മെറ്റൽ സോൾട്ട്സ്. അപ്പം നമ്മൾ മെറ്റൽ അലൂമിനിയത്തിന്റെ ആസിഡ്, ഇവിടെ ഏത് ആസിഡ് ഉള്ള? ലാക്ടിക് ആസിഡ് ഉണ്ടാവും അല്ലെ, പാലും പാലുൽപ്പന്നങ്ങളിലുള്ള ആസിഡാണ് ലാക്ടിക് ആസിഡ്. അപ്പൊ ലാക്ടിക് ആസിഡിൽ നമ്മൾ അലൂമിനിയം പാത്രത്തിൽ ലാക്ടിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാലുൽപ്പന്നം, അത് മോരായിക്കോട്ടെ, തൈരായിക്കോട്ടെ, അല്ലെ ബട്ടർ മിൽക്ക് തന്നെ ആയിക്കോട്ടെ, അത് പിന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? എന്തേലും പറ്റി തട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? വളരെ നമുക്ക് പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ കുടിക്കാൻ പോകുന്നത് അല്ലേ? അത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ അത് ഒഴിവാക്കാൻ എന്ത് വേണം? അലൂമിനിയം പാത്രത്തിൽ ഒന്നും കൊണ്ടുപോയിട്ട് ബട്ടർ മിൽക്കും പാലുൽപ്പന്നങ്ങളൊന്നും ചേർക്കരുത്. അതിന് പകരം എന്താ? ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ടല്ലോ, ബാക്കി പാത്രത്തിലൊക്കെ വെക്കുന്നേ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രത്തിൽ വെച്ചോ, കുഴപ്പമില്ല. അലൂമിനിയം വെസൽസിൽ വെക്കേണ്ടത് അലൂമിനിയം പാത്രങ്ങളിൽ വെക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? അത് ലോങ് ടേമിൽ നമുക്ക് ദോഷമാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഓക്കെ, ഇപ്പൊ തന്നെ അലൂമിനിയം പാത്രത്തിൽ വെച്ച് അപ്പൊ തന്നെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ, ഓ ഇതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ കുടിക്കാൻ പറ്റില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൂക്ഷിച്ച് നോട്ട് സ്റ്റോർ ചെയ്ത് വെക്കരുതെന്നേ ഉള്ളൂ. ആ സ്റ്റോർ ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലും റിയാക്ഷൻ നടന്നിട്ട് പോയിസണസ് ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഓക്കെ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ കേട്ടില്ലേ? അതുകൊണ്ട് വെറുതെ ചുമ്മാ റിസ്ക് എടുത്തിട്ട് പാല് വെക്കാൻ ബാക്കി സ്റ്റെയിൻലെസ് പാത്രത്തിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കുക. ഓക്കെ. അപ്പൊ റിയാക്ഷൻ വിത്ത് ആസിഡ്സ് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ഇനി ഫൈനൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കൊറോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കൊറോഷൻ. അപ്പൊ കൊറോഷൻ കാണിക്കാൻ വേണ്ടി, കൊറോഷൻ പല സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ കൊറോഷൻ നടത്തുന്നത് കാണിക്കാൻ വേണ്ടി ചെറിയൊരു എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് വേണ്ട 4 ടെസ്റ്റ് ട്യൂബ്സ് വേണം. പിന്നെ അധികം തുരുമ്പൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള, എല്ലാ തരത്തിലും ആസിഡും അങ്ങനത്തെ ഒരു സാധനമില്ല, മോയ്സ്ചറോ ഒന്നും ഇല്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള പുതുപുത്തൻ 4 ഇരുമ്പിന്റെ ആണികൾ. അപ്പൊ ആണികൾ മാത്രമല്ല, ഇനി വേണ്ടി ആണികൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണുന്നത് കാണാൻ വേണ്ടി നമുക്ക് വേറെ കുറച്ച് ആൾക്കാർ കൂടി വേണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ നീറ്റ് കക്ക അഥവാ ക്വിക്ലൈം അഥവാ എന്താണ് കാൽസ്യം ഓക്സൈഡ് CaO, അതൊരു 10 ഗ്രാം എടുക്കുന്നു. പിന്നെ എന്താണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് എവിടെ നിന്ന് കിട്ടും? ഇതൊന്നുമില്ല, ഉപ്പുവെള്ളം. ഓക്കെ. സാധാരണ നമ്മളെ കോമൺ സോൾട്ട് ഉണ്ടല്ലോ, അതാണ്. അത് വെള്ളത്തിൽ അടിച്ചിട്ട് ഉപ്പുവെള്ളം കൂടി കുറച്ച് എടുത്തു വെക്കും. ഉപ്പുവെള്ളം നമ്മൾ എടുത്തു. വേറെ എന്താ വേണ്ടേ? ഡയലൂട്ട് HCl, അതായത് വലിയ ലാബിലുള്ള സെറ്റപ്പ് ഒക്കെയാണ് സാധാരണ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് എന്താ വിനെഗരി അല്ലെങ്കിൽ വിനാഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്, വിനെഗർ അല്ലെങ്കിൽ അതിന് അസറ്റിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, വിനെഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ഇതൊക്കെ എടുക്കുക. പിന്നെ ഒരു കോർക്ക്, അതായത് വുഡിന്റെ ഒരു കോർക്ക് കൂടി എടുക്കുക. അപ്പൊ സംഭവം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 4 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഞാൻ ഈ വെള്ളത്തിലൊക്കെ പറ്റിയില്ല കോട്ടൺ, കുഞ്ഞു കുഞ്ഞു കോട്ടന്റെ ചെറിയ ചെറിയ ഇതില്ലേ, എന്താണ് ചുരുട്ടിയുള്ള കോട്ടൺ കഷ്ണങ്ങൾ, അതായത് തുണി, അത് നനച്ചിട്ട് ഞാൻ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടു. അതിൻ്റെ അകത്ത് ഞാൻ ആദ്യത്തെ ആണി അവിടെ ഇട്ടു. എന്താണ് ഇവിടെ ഉള്ളത്? കോട്ടൺ ആണ് കേട്ടോ. കോട്ടന്റെ പ്രത്യേകത എന്താണ്? മോയിസ്റ്റ് ആണ്. അതായത് നനഞ്ഞ് കുതിർന്നയല്ല, അതിൽ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ആറ്റി കളഞ്ഞു അതിനുശേഷം, പക്ഷെ നനവുണ്ട്. അതാണ് മോയിസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സ്വാബ്സ് ആണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തിൽ എന്താന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ അതായത് നീറ്റ് കക്ക എന്ന് പറഞ്ഞോ, അതിന്റെ പൊടി ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ. അതിന്റെ പൊടി ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ആണി ഇട്ടു. എന്നിട്ട് ഒരു കോർക്ക് കൊണ്ട് അടച്ചു. എന്തുകൊണ്ടാണ് ഞാൻ കോർക്ക് കൊണ്ട് അടച്ചത്? കാരണം ഒന്നാമത്തെ കേസിൽ ഉള്ളത് തുറന്നിട്ടിട്ടാണല്ലോ, അപ്പൊ എയറുമായിട്ട് റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ എയറുമായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കോർക്ക് വെച്ചിട്ട് അടച്ചത്. അതൊക്കെ.
മൂന്നാമത്തെ ഞാൻ എന്ത് ചെയ്തത്? മൂന്നാമത്തെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഞാൻ ഇട്ടു. മൂന്നാമത്തെ ഞാൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇട്ടു. നാലാമത്തെ ഞാൻ എന്ത് ചെയ്തു? നാലാമത്തെ ഞാൻ ഡൈല്യൂട്ട് ആയിട്ടുള്ള HCl അല്ലെങ്കിൽ വിനെഗർ ഏതിലാണെന്ന് വെച്ചാൽ അതിലും കൂടി അതൊഴിച്ചു, അതിലെ താണിയിട്ടു. അപ്പൊ 4 ആൾക്കാർ ഞാനിങ്ങനെ വെച്ചു. എന്താ ചെയ്തേ? അതായത് 4 ആളിങ്ങനെ വെച്ചിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തു. എത്ര ഏകദേശം ഒരു കുറച്ച് മണിക്കൂറുകൾ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തു എന്താ മാറ്റം വന്നത്. അപ്പൊ എന്തൊക്കെ ഒബ്സർവ് ചെയ്തു? ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ അയൺ നെയിൽസ് ഇൻ NaCl സൊല്യൂഷൻ ആസിഡ് ആർ മോസ്റ്റ് റെസ്റ്റഡ്. അതായത് അവസാനത്തെ രണ്ടാളുണ്ടല്ലോ NaCl, അത് സോഡിയം ഉപ്പ് വെള്ളത്തിലും ഹൈഡ്രോക്ലോറിക് ആസിഡിലും വെച്ച ഇരുമ്പാണികളാണ് നന്നായിട്ട് തുരുമ്പിച്ച. മോസ്റ്റ് റെസ്റ്റഡ് ആരാണ്? ഈ 2 ഇരുമ്പാണികളാണ്. പിന്നെ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെച്ചത്, അതായത് നമ്മുടെ കോട്ടൺ സ്വാബ്സ്, മോയിസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സ്വാബ്സിന്റെ ഇടയ്ക്ക് തുറന്നു വെച്ച അയണ്ണയിൽ എന്താണ്, അവർ കുറച്ച് റെസ്റ്റഡ് ടു സം എക്സ്, കുറച്ച് അവരും തുരുമ്പിച്ചിട്ട്, അതും കുറച്ച് തുരുമ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ, അതായത് നമ്മൾ നീറ്റിക്കൊക്കെ പൊടിച്ചിട്ട് ഇട്ടിട്ട് കോർക്ക് വെച്ച് അടച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, അതിൽ ഒരൊറ്റ ഒരു മാറ്റം ഉണ്ടായില്ല. ആ ആണി എങ്ങനെ നമ്മൾ വെച്ചോ അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് നല്ല പുതുപുത്തം പോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ എന്താ അത് കാണിക്കുന്നത്? ആ നീറ്റിക്കൊക്കെ വെച്ച ടെസ്റ്റ് ട്യൂബ്, ആ ടെസ്റ്റ് ട്യൂബിലുള്ള ഇരുമ്പിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, മെറ്റൽ സോൾട്ട്, അതായത് മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ, അതായത് സോൾട്ട് സൊല്യൂഷൻ, ആസിഡ്, ഓക്കെ. അപ്പൊ എന്താണ് ജനറൽ ആയിട്ട് നമുക്ക് പറയാം? സോൾട്ട് സൊല്യൂഷൻ, പിന്നെ ആരാണ്? ആസിഡ്, ഇവിടെ ആരാണ്? എയർ, കൂടെ ഉണ്ട് മോയ്സ്ചർ, എയർ മോയ്സ്ചർ. അപ്പൊ ഈ കണ്ടീഷൻ ഒക്കെ എന്താണ്? കൊറോഷൻ കൂടുതൽ നടന്നു, റിയാക്ഷൻ നടന്നത് കൊറോഡ് നന്നായി റസ്റ്റ് ചെയ്തു. പക്ഷേ കാൽസ്യം ഓക്സൈഡ് വെച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ എന്താണ് ഇതിന് കാരണം? ഓക്കെ, മറ്റേതൊക്കെ നമ്മൾ മനസ്സിലായി കൊറോഷന് കാരണം. പക്ഷേ രണ്ടാമത്തേതിലുള്ള ആ ഒരു സ്പെഷ്യൽ സംഭവം, അത് റസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്താണ്? ഓക്കെ, അതിന് കാരണം പറയുന്നുണ്ട്. നമ്മൾ ബാക്കി ജനറൽ ആയിട്ട് നമുക്ക് വന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, വേപ്പേഴ്സ്, അതായത് നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് കണ്ട്, അതുപോലെ മിനറൽസ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് സോൾട്ട്, എന്താണ് സോൾട്ട് സൊല്യൂഷൻ ഒക്കെ മിനറൽസിന്റെ കാര്യത്തിൽ പറയാം. എന്താണ് മിനറൽസ് വിച്ച് ഈസ് ഡിസോൾഡ് ഇൻ അറ്റ്മോസ്ഫിയറിക് പെയർ ആർ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് റസ്റ്റിംഗ് ഓഫ് അയൺ. അതൊക്കെ എന്താണ് റസ്റ്റിംഗ് ഓഫ് അയൺ? നമ്മൾ വെറുതെ തുറന്ന് വെച്ചാൽ തന്നെ റസ്റ്റിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. വെറുതെ തുറന്ന് വെച്ചതിന്റെ കൂടെ മോയിസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സ്വാബ്സ് കൂടി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കുറച്ചുകൂടി റസ്റ്റിംഗ് സ്പീഡായി. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ റസ്റ്റ് കണ്ടത്. രണ്ടാമത്തെ എന്താണ്? മൂന്നാമത്തെയും നാലാമത്തെയും, അതായത് ആസിഡ്സ് ആൽക്കലി സൊല്യൂഷൻ, അതായത് ആൽക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന ബേസിനാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ആൽക്കലി എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് മെറ്റൽ സോൾട്ടുകളൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ആൽക്കലി, അതുപോലെ ഡിസോൾഡ് ഇൻ വാട്ടർ ഇൻക്രീസസ് സ്പീഡ് ഓഫ് റെസ്റ്റ്. നമ്മൾ കണ്ടു എന്താണ്? NaCl-ഉം HCl-ഉം എന്താണ്? റസ്റ്റിംഗ് കുറച്ചുകൂടി വേഗത്തിൽ നടന്നു അല്ലെ? NaCl-നെക്കാളും സ്പീഡിൽ എവിടെ ആസിഡിൽ എന്തായാലും നടന്നിട്ടുണ്ടോ? പക്ഷേ നമ്മളെ സ്പെഷ്യൽ കേസ് രണ്ടാമത്തവൻ ക്വിക്ക് ലൈം എടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു കൊറോഷൻ നടന്നില്ല. അപ്പൊ അതെന്താണ് കാണിക്കുന്നത്? ക്വിക്ക് ലൈം ഓൾറെഡി ഓക്കെ, എയറുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഇല്ല, കാരണം കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിലുള്ള ക്വിക്ക് ലൈം മാത്രം ഉപയോഗിച്ചിട്ട് മാത്രമേ കൊറോഷൻ നടക്കുന്നു, മനസ്സിലായല്ലോ. പക്ഷെ കൊറോഷൻ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, വേറെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ക്വിക്ക് ലൈം ഒരു തരത്തിലും കൊറോഷൻ പ്രൊമോട്ടും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുത്ത് എത്ര ക്ലീൻ ആക്കി എങ്ങനെ എടുത്തു വെച്ചാൽ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് എന്തായാലും ഉണ്ടാവും. ആ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് കൊണ്ട് തന്നെ ഒരു പരിധി വരെ ചെറുതായിട്ട് വേണമെങ്കിൽ തുരുമ്പിക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെ ക്വിക്ക് ലൈം, അതായത് നീറ്റ് കക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്തു? ആ കുറച്ചുള്ള വാട്ടർ ഉണ്ടല്ലോ അതിനെ വരെ അതിന് ഊറ്റിയെടുത്തു. അങ്ങനെ നീ കഷ്ടപ്പെട്ടിട്ട് എന്റെ ഇരുമ്പാണിയെ തുരുമ്പിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്തു? ആ അവസാനത്തെ വാട്ടർ മോയ്സ്ചർ കൂടി അതങ്ങ് അബ്സോർബ് ചെയ്തു, അത് ഡ്രൈ ചെയ്തു ആ ടെസ്റ്റ് ട്യൂബിനെ. അപ്പൊ പിന്നെ അയണ്ണയിൽ നോക്കുമ്പോൾ എന്താണ്? തുരുമ്പിക്കാൻ വേറെ ആരുമില്ല. അപ്പൊ അയണ്ണയിൽ ഓക്കെ, ഇനി എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. ഇനി എന്നെ ഒരു വാട്ടർ വേപ്പറോ ഒരു എയറോ അല്ലെങ്കിൽ ഒരു ആസിഡോ ഒരു സോൾട്ട് സൊല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിനറൽസോ ഒരാളും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട് ഇവിടെ? കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, അതിന്റെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ. അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് കൊറോഷൻ കാരണമാവുന്നത്? അറ്റ്മോസ്ഫിയറിക് ഓക്സിജനും അറ്റ്മോസ്ഫിയറിൽ ഡിസോൾവ് ആയിട്ടുള്ള മിനറൽസും വേപ്പേഴ്സും ഒക്കെ എന്തിന് കാരണമാവുന്നു? കൊറോഷന് കാരണമാവുന്നു. അതുപോലെ തന്നെ മെറ്റൽ സൊല്യൂഷൻ, മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ, അതുപോലെ ഡൈല്യൂട്ട് ആസിഡ്സ്, അതൊക്കെ എന്തിന് പ്രൊമോട്ട് ചെയ്യും? അതും കൊറോഷനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കൊറോഷൻ ഇങ്ങനെ ആയാൽ മാത്രം പോരല്ലോ, ഇത് തടയാനൊക്കെ വേണ്ടേ? അപ്പൊ തടയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മെയിനായിട്ട് 3 വഴികളുണ്ട്. എന്ത് ചെയ്യാം? പെയിന്റ് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മെറ്റൽ വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അലോയ്സ് ഉണ്ടാക്കാം. അലോയ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നൈഫ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടു. ഓക്കെ, പിന്നെ ചില മെറ്റൽസ് നമ്മൾ ഒന്നും ചെയ്യണ്ട, അവർ കൊറോഷൻ നടക്കാനേ സാധ്യതയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഗോൾഡ് ഒക്കെ കൊറോഡ് ചെയ്യോ? ഗോൾഡ് ഒന്നും ഒരു സാധ്യതയില്ല. ഇപ്പൊ സിൽവർ, ഗോൾഡ്, AU എന്ന് വെച്ചാൽ ഗോൾഡ് ആണ് കേട്ടോ. ഗോൾഡ് AG എന്ന് വെച്ചാൽ സിൽവർ ആണ്,
പിന്നെ PT എന്ന് വെച്ചാൽ പട്ടം ഒന്നുമല്ല കേട്ടോ, പ്ലാറ്റിനം ആണ്. PT എന്ന് കാണുമ്പോൾ പട്ടം എന്നൊന്നും പറയരുത്, പ്ലാറ്റിനം. ഓക്കെ, അപ്പൊ ഈ ഔ പിട്ട് എന്നൊന്നും പറയരുത്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. കാരണം നിങ്ങൾ കെമിസ്ട്രി സ്റ്റുഡന്റ് ആണ്. ഇനിയിപ്പോ ഇങ്ങനെ സിമ്പിൾസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഏതാണ് ആൾക്കാർ എന്ന്. ഓക്കെ, AG എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്, AU എന്ന് വെച്ചാൽ ഗോൾഡ് ആണ്, PT എന്ന് വെച്ചാൽ പ്ലാറ്റിനം ആണ്. അപ്പൊ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്നൊക്കെ പറയുന്ന വലിയ വലിയ ഹൈ ലെവൽ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഇല്ല ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഒന്നും കൊറോഷൻ നടക്കാതെ. അതുകൊണ്ടാണ് അത് ആഭരണങ്ങളൊക്കെ. കാരണം ആഭരണങ്ങൾ നമ്മൾ ഈ ഓർണമെന്റ്സ് ആക്കി എപ്പോഴും ഇട്ട് നടക്കുന്നത്. അപ്പൊ എയർ ഉണ്ട്, ചിലപ്പോൾ മഴ കൊള്ളാം അല്ലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ സോപ്പുമായിട്ട് മിക്സ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആസിഡ് ആയിട്ട് ഇപ്പൊ വിനെഗറൊക്കെ ഉപയോഗിക്കും, അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നില്ല, അമ്മയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ എപ്പോഴേ തുരുമ്പിച്ച് പോകേണ്ടതാ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം എന്താണ്, അവർ വളരെ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ റെസിസ്റ്റന്റ് അല്ലാത്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം, അവരെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകിൽ പെയിന്റ് അടിക്കുക. നമ്മൾ ഇരുമ്പിന്റെ തുരുമ്പിച്ച കമ്പികളൊക്കെ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തുരുമ്പൊക്കെ ചിരണ്ടി മാറ്റിയിട്ട് പെയിന്റ് അടിക്കുക നമ്മൾ ആദ്യം പറഞ്ഞു. അല്ലെങ്കിൽ മെറ്റൽ കവറിങ് ചെയ്യുക. അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ ഗൂഗിളിലോ യൂട്യൂബിലോ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരുപാട് പരിപാടികളാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഏതൊക്കെ, സിങ്കോ, S എന്ന് വെച്ചാൽ ടിൻ ആണ്, CR എന്ന് വെച്ചാൽ ക്രോമിയാണ്. ക്രോമി എന്ന് വെച്ചാൽ നല്ല തിളക്കമുള്ള മെറ്റലാണ്. ഓക്കെ, അപ്പൊ സിങ്ക്, ടിന്ന് അല്ലെങ്കിൽ ക്രോമി ഇവരൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മെറ്റൽ കവറിങ് ചെയ്യാം. ഞാൻ നേരത്തെ കോപ്പറിന്റെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, വെർഡിഗ്രീസ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയിൽ ഒന്നുകൂടി പിന്നോട്ട് പോസ് ചെയ്യുക, പിന്നോട്ട് പോവാ, നോക്കുക. വെർഡിഗ്രീസ് എന്താണ്, മെറ്റലിന്റെ കോപ്പറിന്റെ മുകളിൽ ഗ്രീൻ ലെയർ ഓഫ് കോട്ടിംഗ് ആണ്. അതായത് തുരുമ്പ് പോലെ തന്നെ സംഭവം, റസ്റ്റിംഗ് പോലെ തന്നെ കൊറോഷൻ നടന്ന് അങ്ങനെ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ ഒന്നുമില്ല, പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്യും, ഈ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പം എന്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ്, എന്റെ പണ്ട് താമസിക്കുന്നു, എന്റെ അമ്മൂമ്മയൊക്കെ താമസിച്ച ഒരു തറവാട് വീടുണ്ട്. അപ്പൊ ആ വീട്ടിൽ ഈ കോപ്പറിന്റെ ചെമ്പിന്റെ കുറെ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെമ്പിന്റെ പാത്രങ്ങളുടെ പ്രശ്നം വെച്ചാൽ ഒരുപാട് നാളെ ഈ വെർഡിഗ്രീസ് പോലത്തെ പച്ച കളറുള്ള ഒരു കോട്ടിംഗ് വരും. അപ്പൊ എന്ത് ചെയ്യും, അത് കാണിക്കുന്ന ഓക്കെ സംഭവം പാത്രം പോകാനായി എന്നാണ്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ, ആ കാലത്ത് EM പൂശുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കുറെ കാലമായി ആ ഭാഗത്തൊക്കെ പോയിട്ട്. EM പൂശുക എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, എന്ന് വെച്ചാൽ ലെഡ് ആണ്, അഥവാ PB ഓർ ലെഡ് പൂശുക എന്ന് പറയില്ല, EM പൂശുക എന്ന് പറയും. EM പൂശുന്ന എന്താ ചെയ്യുക, ഈ പച്ച കോട്ടിംഗ് വന്നു അതൊക്കെ EM കൊണ്ട് അതിന്റെ ഉള്ളൊക്കെ ഒന്ന് പൂശുക, അതായത് കോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, മെറ്റൽ കവർ ഇട്ട് കോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്താണ്, പെട്ടെന്ന് ഈ ഒന്നുകൂടി അത് കൊറോഡ് ചെയ്യാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഇവിടെ സിങ്കോ, ടിന്നോ, ക്രോമോ അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മെറ്റൽ ലെയറിങ് കവറിങ് കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ അലോയ് ആയി കഴിഞ്ഞാൽ എന്താണ്, കൊറോഷൻ താരതമ്യേന കുറക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കണം, ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ്, ഇരുമ്പ് മാത്രം ഉപയോഗിച്ചാൽ അത് നൈഫിലെ ആസിഡുമായി, അതായത് നൈഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെമണിലൊക്കെ ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് ആ കത്തിയുടെ മൂർച്ച കുറയാനും കത്തിയുടെ ക്വാളിറ്റി കുറയാനും സാധ്യത. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോയ്സ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ അലോയ്സിന്റെ കാര്യങ്ങളൊക്കെ, അലോയ്സ് പെയിന്റിങ് അതുപോലെ മെറ്റൽ കവറിങ് ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് കൊറോഷനെ പറ്റിയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി കൊറോഷൻ ഒരു 3 ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് അതിന്റെ ഉത്തരം എന്തായിരിക്കും, ഞാൻ എഴുതുന്നില്ല, ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക എന്താ സാധനം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താണ്, വിൻഡോ ബാസ് ഇൻ ഹൗസസ് ക്ലോസ് ടു സീഷോർ കൊറോഡ് ഫാസ്റ്റർ. അതായത് ഈ കടൽ തീരത്തിനടുത്ത് താമസിക്കുന്ന വീടുകളിലെ ജനാലകൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കമ്പി കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി ജനാലകളൊക്കെ ഉണ്ടാക്കി. ആ ജനാലകൾ നമ്മുടെ സാധാരണ ഉള്ളോട്ട്, അതായത് മലമ്പ്രദേശത്തോ അല്ലെങ്കിൽ തീരത്തിൽ നിന്ന് ഒരുപാട് ദൂരെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ജനൽ തുരുമ്പിക്കുന്ന വേഗത്തിൽ ഈ കടൽ തീരത്തുള്ള ജനലുകൾ തുരുമ്പിക്കും. കാരണം എന്താണ്, കടലിൽ എന്താ ഉള്ളത്, ഉപ്പുണ്ട്. ഉപ്പ് എന്ന് വെച്ചാൽ എന്താണ്, സോഡിയം ക്ലോറൈഡ്. നമ്മൾ നേരത്തെ കണ്ടു, സോൾട്ട് സൊല്യൂഷൻ ആണ്. അപ്പൊ മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ അങ്ങ് എന്താണ്, അത് പെട്ടെന്ന് കൊറോഷന്റെ സ്പീഡ് കൂട്ടും. അതുകൊണ്ടാണ് ഹൗസസ് ക്ലോസ് ടു സീഷോർ ആയിട്ടുള്ള വീടുകളിലെ കമ്പികൾ പെട്ടെന്ന് തുരുമ്പിക്കുന്നത്. കാരണം അവിടെ വെള്ളം മാത്രമല്ല കമ്പിക്ക് തട്ടുന്നത്, പിന്നെ അതായത് നമ്മുടെ എയർ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ ഉണ്ടല്ലോ, ഈർപ്പം ഉണ്ടല്ലോ, അത് മാത്രമല്ല അവിടെയുള്ളത്. ഈർപ്പത്തിനൂടെ ആരും ഉണ്ട്, ആ സോൾട്ട്, കടൽ തീരത്ത് വരുന്ന കടൽ കാറ്റിലൊക്കെ വരുന്ന ഈർപ്പം കൂടി അതിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് പെട്ടെന്ന് കൊറോഡ് ചെയ്തു പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്തത്, മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സ്റ്റോർഡ് ഇൻ കെറോസിൻ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയിലാണ് സ്റ്റോർ ചെയ്യുന്നത് ആര്, സോഡിയം പൊട്ടാസ്യം ഒക്കെ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ചില മെറ്റൽസ് പെട്ടെന്ന് കെമിക്കലി റിയാക്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ മാറിയിട്ട് വേറൊരു രൂപത്തിലോട്ട് മാറും. പക്ഷെ ചിലർ, ഇപ്പം ഗോൾഡ് പോലത്തെ ആൾക്കാർ വളരെ മെല്ലെ റിയാക്ട് ചെയ്യും, കൊറോഷൻ ഒക്കെ ഭയങ്കര സ്ലോ. പക്ഷെ സോഡിയം പൊട്ടാസ്യം ഒക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. അപ്പൊ അവരെ നമുക്ക് എയറിൽ വെക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അവരെ എയറിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തും തുറന്നിട്ടോ അടച്ചിട്ടോ എയറിൽ വെക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വക സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാത്തിലും വാട്ടർ മോയ്സ്ചർ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അപ്പം വാട്ടർ അല്ലെങ്കിൽ പിന്നെ വെക്കാൻ പറ്റിയ നല്ലൊരു സോഴ്സ് എന്ന് വെച്ചാൽ എണ്ണയിൽ വെക്കാൻ പറ്റും. സാധാരണ എണ്ണയിൽ വെക്കൂല, കാരണം അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, കെറോസിൻ, അതായത് മണ്ണെണ്ണയിൽ വെക്കും. മണ്ണെണ്ണയിൽ വെച്ചാൽ റിയാക്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ആ റിയാക്ടിവിറ്റി, അതായത് എയറിലും വാട്ടറിനും എക്സ്പോഷർ കുറക്കാൻ വേണ്ടിയിട്ടാണ് അതിനെന്ത് ചെയ്തത്, മണ്ണെണ്ണ അഥവാ കെറോസിനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അടുത്തത്, ആദ്യത്തെ ചോദ്യമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇൻ കോസ്റ്റൽ റീജിയൻസ് കോപ്പർ നെയിൽസ് ആർ പ്രിഫേർഡ് ടു അയൺ നെയിൽസ്. വൈ?
എന്തുകൊണ്ടായിരിക്കും കോപ്പർ നെയിൽസ് പ്രിഫർ ചെയ്യുന്നത്? ആണിയാക്കാൻ ഇരുമ്പാണിയേക്കാളും ചെമ്പിന്റെ ആണി ഉപയോഗിക്കുക. കാരണം എന്താണ്? ഇരുമ്പാണി പെട്ടെന്ന് റസ്റ്റ് ചെയ്യും. കോപ്പർ ആണിയേക്കാളും അതായത് ചെമ്പിന്റെ ആണിയേക്കാളും വളരെ പെട്ടെന്ന് ഇരുമ്പാണി റസ്റ്റ് ചെയ്യും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്, റസ്റ്റിംഗ് ഓഫ് അയറൺ, കോപ്പറിന്റെ വെർഡിഗ്രീസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കോപ്പർ കുറച്ചുകൂടി മെല്ലെ മാത്രമേ ഇങ്ങനെ കൊറോഡ് ചെയ്ത് പോകും. പക്ഷെ അയറിന്റെ കാര്യത്തിൽ അങ്ങനെ അധികം സമയമൊന്നും എടുക്കൂല. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് നന്നായി കൊറോഡ് ചെയ്യും. കടൽ തീരത്താണെങ്കിൽ വെള്ളം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്താണ്? അവിടെ നമ്മുടെ കടലിന്റെ കൂടെ കടൽക്കാറ്റിന്റെ കൂടെല്ലാം വരുന്ന ആരുണ്ട്? മെറ്റൽ സോൾട്ട് ഉണ്ട്. സോൾട്ട് സൊല്യൂഷൻസ് കൂടി ഡിസോൾവ് ആയിട്ടുള്ള മോയ്സ്ചറാണ്, അതായത് ഈർപ്പമാണ് അവിടെ ഉള്ളത്. ചുറ്റുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഉപ്പിന്റെ ഒരു ചൊവയാന്ന് പറയുന്നൊക്കെ. അതുപോലെ ഉപ്പടങ്ങിയിട്ടുള്ള കാറ്റാണ് അവിടെ അടിക്കുന്നത് തന്നെ. ഉപ്പടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും അവിടെ തട്ടാൻ സാധ്യത ജനലുകളിലൊക്കെ. അപ്പൊ എന്ത് പെട്ടെന്ന് തുരുമ്പിക്കാൻ സാധ്യത ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ജനലിലൊക്കെ ഈ ഇരുമ്പിന്റെ ആണ് ഉപയോഗിച്ച എന്താ പ്രശ്നം? അത് പെട്ടെന്ന് തുരുമ്പിച്ചിട്ട് ഇരുമ്പ് തുരുമ്പിച്ചു പോയി അതിന്റെ ക്വാളിറ്റി പോയിട്ട് ജനലുകളും വാതിലുകളും എന്ത് സാധനം ആയിരിക്കും അതൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് പകരം നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? കോപ്പർ നെയിൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ മൂന്നിന്റെ ഉത്തരം കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ സ്വയം എന്റെ സഹായമില്ലാതെ എന്റെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഒറ്റക്ക് പറയാൻ ശ്രമിക്കുക. ഒറ്റക്ക് പറഞ്ഞാൽ മതിയോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ചുറ്റുള്ള ആർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കുക എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ്? ഫെയിൻമാൻ ടെക്നിക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് നമുക്ക് അറിയാത്തൊരു കാര്യം, എന്താണ്, നമുക്കിപ്പോൾ ഒരു കാര്യം, പുതിയൊരു കാര്യം, ഇപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് പഠിക്കണം. ഈ ടെക്നിക്കും കാര്യം, ഈ സംഭവം എന്താണ്, ഈ വിൻഡോസിന്റെ കാര്യം, ഈ കടൽ തീരത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തുരുമ്പിക്കുന്നുള്ള കാരണങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഫെയിൻമാൻ ടെക്നിക്ക് ഉപയോഗിക്കുക. അതാണ് നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കണം. ആ പഠിക്കേണ്ട കാര്യം എന്താണെന്നോ അതൊരു ആദ്യം നിങ്ങൾ ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. ഒന്നാമത്തെ കാര്യം അത് ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് അത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ എഴുതി വെച്ച കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ്? അയാൾക്ക് നന്നായി മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലെയിൻ, ഒന്നുകിൽ നോട്ടിലൊക്കെ എഴുതിയിട്ട് സ്വയം പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിസ്സായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളിലെ ആ മിസ്സായി എന്ന് പറയുന്ന തോന്നുന്ന കാര്യങ്ങൾ വേറൊരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊന്നുകൂടി റെഫർ ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി ഈ സ്റ്റെപ്പൊക്കെ റിപ്പീറ്റ് ചെയ്യുക. അപ്പം നോക്കുക പിന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും വേറൊരു പേപ്പറിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ പേപ്പർ തന്നെ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ സംഭവങ്ങൾ മൊത്തം കവർ ആവും. ഓക്കെ. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വേറെ ക്ലാസ്സുകളിലൊക്കെ പറയാം. ഓക്കെ. അപ്പൊ എനിവേ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൊറോഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ 3 റിയാക്ഷൻസ് പഠിച്ചു. എന്താണ്? എയറിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ കണ്ടു. ഗ്രാജുവലി റിയാക്ഷൻ ഓരോന്നിന്റെ കൂടെ എങ്ങനെ വ്യത്യാസപ്പെടുന്നു നമ്മൾ കണ്ടു അല്ലെ? ആസിഡ് റിയാക്ട് ചെയ്യുന്നു, അവസാനം നമ്മൾ എന്ത് ചെയ്തു? കൊറോഷൻ കൂടി ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവും? ഓരോന്നിന്റെ കൂടിയും എങ്ങനെ മെറ്റൽ റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടത് അല്ലെ? കെമിക്കലി അതെങ്ങനെ മാറുന്നു നമ്മൾ കണ്ടു. ഓക്കെ. കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പോവുക, ഓരോന്നോരോന്നായി നോക്കുക, എന്താണ് റിയാക്ഷൻ നടക്കുമ്പോൾ മാറ്റം വരുന്നത് സ്വയം പറഞ്ഞ് ആ ഫെയിൻമാൻ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞും എഴുതിയും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് സ്വന്തമായി പഠിക്കാൻ നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു us എനി ടൈം. ഓക്കെ. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. Manorama Horizon. Learning made simple.